السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها. قال الله عز وجل: من سعادة المرء حسن الخلق أو كما قال سفيعنا رسول الله. الحمد لله ثم الحمد لله. الحمد لله ثم الحمد لله. الحمد لله رب العالمين على ما كان يلهمنا. الحمد لله. يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا. عند الإله الحكيم مرجولنا. شفعهم الدارين فينا ربنا. أجل بفتح منك يا رحماننا. واعلموا يا أمة سيدنا محمد. അഭിവന്യരായ ഈ സ്റ്റേജിന്റെ എല്ലാമായ ഈ നാട്ടിൻ്റെയും പള്ളിയുടെയും ഗൗരവാധ്യക്ഷരായ നമ്മുടെ ആലംബവും അവലംബവുമായ തങ്ങളവറുകളെ, ഈ പള്ളിയുടെ ഖത്തീബ് ഉസ്താദ് ഉമർ അൽ ഫാറൂഖുൽ ഹിമമി അസ്സഖാഫി ഉസ്താദ് അവറുകളെ, മറ്റു സാരിയത്തെ ഖത്തീബ് ഉസ്താദ് റസ്വി ഉസ്താദ് അവറുകളെ, ഈ നാട്ടിലെ മുഅല്ലിം ഉസ്താദ് അവറുകളെ, മുഅദ്ദിൻ ഉസ്താദ് അവറുകളെ, നമ്മുടെ മുഹയ്യദ്ദീൻ പള്ളി കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഭാരവാഹികളെ, സഹോദര സഹോദരിമാരെ, സുദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ ശേഷം മറ്റൊരു പ്രസംഗത്തിനെ നിങ്ങൾ അത്ര തന്നെ കാതോർക്കുകയില്ല എന്ന അർത്ഥം വെച്ചുകൊണ്ട് തന്നെ കാലങ്ങളായി നടന്നു വരുന്ന ഖുത്ബിയ്യത്തിന്റെയും അതേപോലെ തന്നെ ഖുത്ബുസ്സമാൻ സയ്യിദ് മദനി തങ്ങളുടെയും പേരിലുള്ള ഒന്ന് ഖുത്ബിയ്യത്തിന്റെ സ്മരണ, അതേപോലെ തന്നെ മറ്റൊന്ന് ഉള്ളാളം സയ്യിദ് മദനി തങ്ങളുടെ സ്മരണ. ഈ രണ്ട് സ്മരണകളെയും മുൻനിർത്തി കാലങ്ങളായി കൊല്ലത്തിൽ
1 2 ദിവസം ഒത്തുകൂടൽ പതിവായിരുന്നു. ആ പതിവനുസരിച്ച് കൊണ്ടാണ് ഈ കൊല്ലവും നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇന്നലെ സയ്യിദ് മദനി തങ്ങളുടെ പേരിൽ യാസീൻ ഓതലോടുകൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ന് മഗ്രിബ് നിസ്കാരത്തെ ശേഷം ഖുതുബിയത്ത് നടത്തുകയും അതിന്റെ ശേഷം അഹ്ലു ബൈത്തിൽപ്പെട്ട നമ്മുടെ ആലംബവും അവലംബവുമായ തങ്ങൾ അവരുടെ നീണ്ട ഉദ്ഘാടനവും അതേപോലെ തന്നെ പ്രാർത്ഥനയും എല്ലാം നടക്കുകയുണ്ടായി. ഇതാണ് ഓരോ കാലത്തിലും നാം ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഇവിടെ ഒത്തുകൂടുന്നത്. ഈ ഖുതുബിയത്തിന് 40 കൊല്ലം പിന്നിട്ട് എന്ന് പറയുമ്പോൾ 40 കൊല്ലം അപ്പുറത്ത് ഈ ഖുതുബിയത്ത് സ്ഥാപിക്കാൻ ഒരു രഹസ്യമുണ്ടാകും, അവർക്കൊരു മാനദണ്ഡമുണ്ടാകും. അവർ എന്തിനെയോ ഒരു കാര്യത്തിന് ആലംബമാക്കിയും അവലംബമാക്കിയുമാകാം ഈ ഖുതുബിയത്ത് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. അന്ന് അവർ ഇഖ്ലാസോടുകൂടിയല്ലാതെ അള്ളാഹുവിന്റെ പൂർണ്ണമായ വിശ്വാസത്തിന്റെ പിന്നിലല്ലാതെ അവർ മറ്റൊരു ദുനിയാവിന്റെ ഏതെങ്കിലും കാരണങ്ങൾ ലാക്കാക്കിയാണ് ഇവിടെ ഖുതുബിയത്ത് സ്ഥാപിക്കപ്പെട്ടതെങ്കിൽ അത് എന്നേ നിന്ന് പോരുമായിരുന്നു. അത് ഈ 40 കൊല്ലം പിന്നിട്ട് ഇന്നും നാമൊക്കെ ഒത്തൊരുമിച്ചുകൊണ്ട് അത് നടത്തി എന്ന് പറയുമ്പോ നല്ല ഒരു വ്യക്തി നല്ലൊരു സമയത്ത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഇതൊക്കെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഇനിയും നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾ വഴി ഖിയാമത്ത് നാൾ വരെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ നടത്തുന്ന എല്ലാ സംരംഭങ്ങളെയും ഖിയാമത്ത് നാൾ വരെ ചലിക്കുന്നതാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനു വേണ്ടി നേതൃത്വം നൽകുന്ന നമ്മുടെ ഈ തങ്ങളവർക്കൾക്ക് ഒരുപാട് കാലം ഇവിടെ നേതൃത്വം നൽകി വേണ്ട ആത്മീയമായ നസീഹത്തിലൂടെ നമുക്ക് മാർഗദർശനം തന്ന് നമ്മളെ വളർത്തിക്കൊണ്ടു പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനികളെ, ഞാൻ ഇന്ന് നിങ്ങളെ അഭിസംബോധനം ചെയ്ത് കണ്ടുകൊണ്ട് സംസാരിക്കുന്ന വിഷയം സൽസ്വഭാവം എന്ന വിഷയത്തെ ആധാരമാക്കിയാണ്. മനുഷ്യനിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്തതായ ഹൃദയത്തിൽ ഒരു ഊട്ടപ്പെട്ടതായ ഒരു കാര്യമാണ് സ്വഭാവം എന്നുള്ളത്. ആ സ്വഭാവം മനുഷ്യൻ ഏത് ഭാഗത്തിലൂടെയാണോ ചലിച്ചു വിടുന്നതും പ്രയത്നിക്കുന്നതും അതേപോലെ തന്നെ കൊണ്ടു നടക്കുന്നതുമെങ്കിൽ ആ സ്വഭാവത്തെ അവൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിലൂടെ കൊണ്ടു നടക്കാനതാകുന്നതാണ്. നേരായ മാർഗത്തിലൂടെയാണോ തന്റെ സ്വഭാവത്തെ അവൻ ചലിപ്പിക്കുന്നത് എങ്കിൽ ആ സ്വഭാവത്തിന് സൽസ്വഭാവമെന്നും, ചീത്തയായ ഭാഗത്തിലൂടെയാണ് ആ സ്വഭാവത്തെ അവൻ ചലിപ്പിക്കുന്നത് എങ്കിൽ അതിനിക്ക് ദുസ്വഭാവം എന്നും പറയാൻ സാധിക്കും. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ദുസ്വഭാവമുണ്ടായാൽ അതിനെ ആധാരമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാണാനും അതിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ളതായ ആ വാക്കുകൾ കേൾക്കാനും സാധിക്കുന്നതാണ്. ഒരു മനുഷ്യനുള്ളത് അവന്റെ കൽബിലുള്ളത് ദുസ്വഭാവമാണെങ്കിൽ ആ ദുസ്വഭാവത്തിന് പ്രചോദനം നൽകുന്ന പ്രവർത്തനങ്ങളെ കാണുവാനും ആ ദുസ്വഭാവത്തിന് പ്രചോദനം നൽകുന്ന ചീത്ത കാര്യങ്ങളെ കേൾക്കുവാനും സാധിക്കുന്നതാണ്. ഇതാണ് ദുസ്വഭാവവും അതേപോലെ തന്നെ സൽസ്വഭാവവും തമ്മിലുള്ള വ്യത്യാസം. പരിശുദ്ധ ഇസ്ലാം മനുഷ്യനോട് ആഹ്വാനം ചെയ്യുന്നത് സൽസ്വഭാവമാണ്. അംബിയ മുർസലിങ്ങൾ വന്നടങ്ങം ഈ ലോകത്തേക്ക് വന്നത് സൽസ്വഭാവം പ്രചരിപ്പിക്കുവാനും സൽസ്വഭാവം പഠിപ്പിക്കുവാനും വേണ്ടിയാണ്.
ആ സൽസ്വഭാവത്തിന്റെ ഉടമകളായിട്ട് സൽസ്വഭാവം നേരോടെ പേറി നടക്കുന്നവരായിരുന്നു അമ്പിയാക്കന്മാരുടെ സമുദായങ്ങളും അമ്പിയാക്കന്മാരുടെ ജനതകളും. അതുകൊണ്ട് തന്നെ നമ്മോട് ആഹ്വാനം ഉള്ളതും കൽപ്പനയുള്ളതും സ്വഭാവമാണ്. എന്താണെന്നല്ലേ സ്വഭാവം? സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ? അൽ ഖുലുഖുൽ ഹസനു വസ്ഫു സയ്യിദുൽ മുർസലീൻ. അംബിയ മുർസലിങ്ങളുടെ നേതാവായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തമമായ സ്വഭാവമാണ് സൽസ്വഭാവം. വഹിയ സമറത്തു മുജാഹദത്തുൽ മുത്തഖീൻ. അല്ലാഹുവിനെ പേടിച്ച് നടക്കുന്ന മുത്തഖീങ്ങളുടെ പ്രയത്ന ഫലത്തിന്റെ ഫലമാണ് സൽസ്വഭാവം എന്നുള്ളത്. മുത്തഖീങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് അവർ നോമ്പ് നോക്കുന്നവരാണ്. മുത്തഖീങ്ങൾ ഹജ്ജ് ചെയ്യുന്നവരാണ്. മുത്തഖീങ്ങൾ നല്ലത് പറയുന്നവരാണ്, നല്ലത് പ്രവർത്തിക്കുന്നവരാണ്. മുത്തഖീങ്ങൾ രാവിലെ എണീറ്റ് മുതൽ പിറ്റേന്ന് രാത്രിയാകുന്നത് വരെയും, രാത്രിയായാൽ പകലാകുന്നത് വരെയും അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തികൾ ചെയ്തും അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വാക്ക് പറഞ്ഞുകൊണ്ടും അവരുടെ ജീവിതം ദൈനംദിനം നീക്കുന്നവരാണ് മുത്തഖീങ്ങൾ. എന്നാൽ ഈ കാര്യങ്ങളിലെല്ലാം അവർക്ക് ഉടലെടുത്ത് കിട്ടിയത് എന്താണെന്നറിയോ? അവർ നിസ്കാരത്തിലൂടെ നേടിയെടുത്തത് സൽസ്വഭാവമാണ്. അവർ നോമ്പിലൂടെ ഇവിടെ നിന്ന് നേടിയെടുത്തത് സൽസ്വഭാവമാണ്. അവർ ചെയ്ത ഹജ്ജിലൂടെ അവർ നേടിയെടുത്തത് സൽസ്വഭാവമാണ്. അവർ ചെയ്യുന്ന തസ്ബീഹിലൂടെയും അവർ എടുക്കുന്ന ഇബാദത്തിലൂടെയും അവർ നേടിയെടുത്തത് സൽസ്വഭാവമാണ്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഹുസ്നുൽ ഖുലുഖി സമാറത്തു മുജാഹദത്തിൽ മുത്തഖീൻ. അല്ലാഹുവിനെ പേടിച്ച് നടക്കുന്ന ഭയഭക്തിയുള്ളവരായ ജനങ്ങൾ അവർ ചെയ്ത പ്രയത്നത്തിന്റെ ഫലമാണ് സൽസ്വഭാവം കേട്ടോ. അവർക്ക് ആകെ ഇബാദത്ത് എടുത്തതിന്റെ പിന്നിൽ കിട്ടിയത് സൽസ്വഭാവമാണ്. അവർ അല്ലാഹുവിന്റെ അടുക്കലേക്ക് അടുത്തതിന്റെ പിന്നിൽ കിട്ടിയത് അവർക്ക് സൽസ്വഭാവമാണ്. അതിന്റെ ഫലമായിട്ട് കിട്ടിയതാണ് സൽസ്വഭാവം. അൽ ഖുലുഖുൽ ഹസനു അഫ്ളലു അമാലി സിദ്ദീഖീൻ. അംബിയ ഔലിയാക്കന്മാരുടെ നേതാക്കളാകുന്ന സിദ്ദീഖുകൾ, ആ സിദ്ദീഖുകൾ ചെയ്ത് വെക്കുന്നതായ അമലുകളുടെ ഏറ്റവും പ്രപോരീശയും ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യമാണ് സൽസ്വഭാവം എന്നുള്ളത്. സിദ്ദീഖ്, ഈ സിദ്ദീഖുകളുടെ നേതാവായിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ സ്ത്രീകളിൽ സിദ്ദീഖുകളുടെ നേതാവായിട്ട് ബഹുമാനപ്പെട്ട മറിയം ബീബി റളിയല്ലാഹു അൻഹയാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അങ്ങനെയുള്ള ബീബി മറിയം റളിയല്ലാഹു അൻഹ നേതൃത്വം നൽകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകുന്ന ആ സിദ്ദീഖുകൾ ചെയ്യുന്ന അമലുകളിൽ നിന്ന് ഏറ്റവും ഉത്തമമായ ഏറ്റവും പോരീശയായ കാര്യമാണ് സൽസ്വഭാവം എന്നുള്ളത്. അതേപോലെ തന്നെ വഹുവഅലൽ ഹഖീഖത്തു സത്റുദ്ദീൻ. ഈ സൽസ്വഭാവം എന്നുള്ളത് ദീനിന്റെ പകുതിയാണ്. ദീനിന്റെ പകുതിയോളം പ്രതിഫലത്തിനും ദീനിന്റെ പകുതിയോളം ജസാഇനിക്കും ഉടമയാണ് സൽസ്വഭാവം എന്നുള്ളത്. അത്രയും അധികം പോരീശയുള്ളതാണ് സൽസ്വഭാവം എന്നുള്ളത്.
ബഹുമാനമുള്ള എന്റെ സഹോദര സഹോദരിമാരെ, ഈ സ്വൽസ്വഭാവം ഒരു കച്ചവടക്കാരനുണ്ടായാൽ അവന്റെ കച്ചവടത്തിൽ ആ കച്ചവടത്തിന്റെ പിന്നിലുള്ള മഹത്വം അവൻ കൈവരിക്കുന്നു. അതേപോലെ തന്നെ ഒരു പ്രജകൾക്കും അണികൾക്കും ഉണ്ടായാൽ ആ പ്രജകളും അണികളും നിലകൊള്ളുന്നതായ ആ സംഘടനയിൽ ആ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു. ഒരു സംഘടനയുടെ നേതാവിന് സൽസ്വഭാവമുണ്ടായാൽ ആ സംഘടന വീഴ്ചയില്ലാതെയും ആ സംഘടന താറുമാറാകാതെയും ആ സംഘടനയിൽ നിന്ന് അണികൾ ഇങ്ങനെ എഴുതിപ്പോകാതെയും ആ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ സ്വൽസ്വഭാവം ഒരു വീട്ടിന്റെ നാഥനുണ്ടായാൽ, വീട്ട് ഭരിക്കുന്നതായ ഒരു ഭരണാധികാരിക്കുണ്ടായാൽ ആ വീട്ടിലുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ആ വീട്ടിലുള്ള ഭാര്യമക്കളെ മുഴുവനും ഒന്നായി സംയോജിപ്പിച്ചുകൊണ്ട് അവനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ആ വീട്ടിൽ വഴക്കില്ല, ആ വീട്ടിൽ കുഴപ്പമില്ല, ആ വീട്ടിൽ തെറ്റില്ല, ആ വീട്ടിൽ സമാധാനമാണ്, ആ വീട്ടിൽ ശാന്തിയാണുള്ളത്. അങ്ങനെ ഓരോ മേഖലകളിൽ ഈ സൽസ്വഭാവത്തെ എടുത്തു നോക്കുന്ന സമയത്ത് ആ സൽസ്വഭാവമുള്ള ആ വ്യക്തിയെ കൊണ്ട് ഒരു വീട്ടിന്റെ ഉള്ളിലുള്ള ആൾക്കാർ മുഴുവനും നന്നാകുന്നു, സംഘടനയിലുള്ള എല്ലാ മെമ്പർമാരും നന്നാകുന്നു, കമ്മിറ്റിയിലുള്ള മുഴുവൻ ജനങ്ങളും നന്നാകുന്നു. അതേപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് തമ്മിലുള്ള സ്വൽസ്വഭാവമുണ്ടായാൽ ആ സുഹൃത്തുക്കൾ മുഴുവനും നല്ല ഇസ്ലാമിന്റെ സുഹൃത്തുക്കളായി മാറുന്നു. അതുകൊണ്ടാണ് ബീബി ആയിഷ പെണ്ണുങ്ങളെല്ലാവരും കൂടി ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു മസ്അല ചോദിക്കാൻ വേണ്ടി പോയി. അല്ലെങ്കിൽ മദീന നിവാസികൾ ബഹുമാനപ്പെട്ട ആയിഷ ബീബിയോട് ചോദിക്കാൻ വേണ്ടി പോയി, അള്ളാന്റെ റസൂല് എങ്ങനെയായിരുന്നു സ്വഭാവം? ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, കാന ഖുലുഖുൽ ഖുർആൻ, അവരുടെ നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന്. ഖുർആൻ എന്ത് പറഞ്ഞു അത് സ്വീകരിക്കും, ഖുർആൻ എന്ത് ചൊല്ലി അത് അനുസരിക്കും. ഖുർആൻ പഠിച്ചാൽ മതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അറിയാൻ. ഖുർആൻ ഓതിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഉത്തമമായ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ ഈ ലോകത്ത് നിയോഗിക്കപ്പെട്ടത്. ശഫീഉനാ റസൂലുള്ളാഹി, ഉത്തമമായ സ്വഭാവം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് എന്നെ ഈ ലോകത്ത് നിയോഗിക്കപ്പെട്ടത്. ജനങ്ങൾക്ക് സ്വഭാവം പഠിപ്പിക്കണം, ജനങ്ങൾക്ക് സദസ്സിലിരിക്കാൻ പഠിപ്പിക്കണം, ജനങ്ങൾക്ക് നാലാള് കൂടുന്ന സ്ഥലത്ത് ഒന്നിച്ചിരിക്കാൻ പഠിപ്പിക്കണം, ജനങ്ങൾക്ക് നടക്കുമ്പോൾ എങ്ങനെ നടക്കണം, ജനങ്ങൾ സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ള ആ വിഷയം പഠിപ്പിച്ചുകൊണ്ട് അവരെ ഉത്തുംഗ സ്വഭാവത്തിന്റെ അങ്ങേ അറ്റത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ 1,24,000 സഹാബത്തിനെ വാർത്തെടുത്തു. അല്ലാഹുവിന്റെ റസൂല് താമസിക്കുന്ന സമയത്ത് മക്ക മാത്രമല്ല ഇസ്ലാമിന്റെ കീഴിൽ, മദീന മാത്രമല്ല ഇസ്ലാമിന്റെ കീഴിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മക്കയിൽ നിന്നും മദീനയിൽ നിന്നും അങ്ങകലെ ചുറ്റുപാടുള്ള സർവ
പ്രദേശങ്ങളിലേക്കും ഇസ്ലാം എത്തി. ആ സമയത്ത് അള്ളാഹുവിന്റെ സ്വഭാവത്തിനെ വെല്ലുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തിനെ ഇവിടുന്ന് ചോദ്യം ചെയ്യുന്ന രാജാക്കന്മാരാവട്ടെ, പ്രജകളാവട്ടെ, ആണുങ്ങളാവട്ടെ, പെണ്ണുങ്ങളാവട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തെ ഇവിടുന്ന് ചോദ്യം ചെയ്യുന്ന ഒരു വാക്കുകളും പറഞ്ഞില്ല. ഒരൊറ്റ ഒരു പ്രവർത്തകനും ഇവിടുന്ന് പ്രവർത്തിച്ചില്ല കേട്ടോ. അത് നമുക്ക് ഒരു ചരിത്രത്തിലൂടെ ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യമാമ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെ തലസ്ഥാനമാണ് ജിദ്ദ. ആ ജിദ്ദക്ക് പറയുന്ന പേരാണ് അന്ന് യമാമ എന്നുള്ളത്. ഈ ജിദ്ദയിൽ നിന്ന്, അന്നുള്ള യമാമയിൽ നിന്ന് മദീനയിലേക്ക് 900 ചില്ലറ കിലോമീറ്ററോളം വരും. അങ്ങനെയുള്ള യമാമയിൽ നിന്ന് സുമാമ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ ഒരു മനുഷ്യൻ പുറപ്പെടുകയാണ്. നാട്ടിൽ ഒരു കൂട്ടം ആൾക്കാരെ വാർത്തെടുത്തു. ആവശ്യമായവർക്ക് ആവശ്യമായ പണം കൊടുത്തു. വേണ്ട ജനങ്ങൾക്ക് വേണ്ടതായ വാളെടുത്തു കൊടുത്തു. എന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങളെ മദീനയിലേക്ക് വേണ്ടി വിളിച്ചാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം. യമാമ എന്ന് പറഞ്ഞാൽ സയ്യിദു അഹ്ലിൽ യമാമ, സുമാമ യമാമ എന്ന നാട്ടിലെ നേതാവായിരുന്നു. അങ്ങനെയുള്ള നേതാവ് ആരംഭപ്പൂവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുവാനും അള്ളാഹുവിന്റെ റസൂലിന് നേരിൽ ഇവിടുന്ന് പാഠം പഠിപ്പിക്കുവാനും അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിനെ സംബന്ധിച്ച് ഇവിടുന്ന് പരിഹരിക്കുവാനും, ദീനിനെ സംബന്ധിച്ച് പരിഹസിക്കുവാനും കളിയാക്കുവാനും ദീനിനെ ഉത്തേജനം ചെയ്യുവാനും വേണ്ടി അങ്ങകലെ ജിദ്ദയിൽ നിന്ന് മദീനയിലേക്ക് സുമാമ പുറപ്പെടുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയിലേക്ക് എത്തിയപ്പോ ആ സുമാമയെ സഹാബികൾ പിടിച്ചുകൊണ്ട് മദീനയിലെ പള്ളിയിലെ ഒരു കുന്തത്തിലേക്ക് കെട്ടിയിട്ടു. റബതൂഹു ബിൽ മസ്ജിദി, മസ്ജിദിലെ പള്ളിയിലെ ഒരു തൂണിലേക്ക് ചെങ്ങല കൊണ്ട് സുമാമയെ ബന്ധിപ്പിച്ചു. അതാ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണ്. വന്നിട്ട് നോക്കുന്നു, മദീനയിലെ തൂണിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് സുമാമയാണല്ലോ. മാഇന്ദകയാ സുമാമ, സുമാമ നിന്റെ അടുക്കൽ നിനക്ക് എന്ത് പറയാനുണ്ട്? അള്ളാഹുവിന്റെ റസൂലാണ് ചോദിക്കുന്നത്. കൈകൾക്കും കാലുകൾക്കും ചങ്ങല ബന്ധിപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലാണ് സുമാമയുള്ളത്. എന്ത് ചെയ്യാനും സുമാമക്ക് സാധ്യമേയല്ല. സുമാമന്റെ വാളുകളോ സുമാമന്റെ പണവോ സുമാമന്റെ ശക്തിയോ ഒന്നും അള്ളാഹുവിന്റെ റസൂലിന് എതിരെ പ്രവർത്തിക്കാൻ ഇവിടെ സാധ്യമല്ല. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം നോക്കിക്കൊണ്ട് സുമാമ പറയുന്നു, ഇന്നി ഖൈറൻ യാ മുഹമ്മദ്, ഓ മുഹമ്മദേ ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ സുഖത്തിലിരിക്കുന്നു, എനിക്ക് ഒന്നും പേടിയില്ല. മുഹമ്മദേ നിന്റെ ആൾക്കാർ വന്നിട്ട് എന്നെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു, വേണമെങ്കിൽ ചോദിച്ചോ, പടം തന്നുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോകാം, വേണമെങ്കിൽ എന്നെ കൊന്നുകളയാൻ എനിക്ക് അധികാരമുണ്ട്, വേണമെങ്കിൽ മറ്റ് എന്നെ എന്ത് കാര്യം ചെയ്യാനും എനിക്ക് അധികാരമുണ്ട്. ആ സമയത്ത് പുന്നാര ഹബീബ് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. പിറ്റേന്ന അള്ളാഹുവിന്റെ റസൂല് പള്ളിയിലേക്ക് വന്നുകൊണ്ട് സുമാമയോട് ചോദിക്കുന്നു, സുമാമ മാ ഇൻദക, നിനക്ക് എന്ത് പറയാനുണ്ട് സുമാമ, എന്ത് പറയാനുണ്ട് നിനക്ക്? ഒന്നും പറയാനില്ല. ഇന്നി ഖൈറുൻ യാ മുഹമ്മദ്, മുഹമ്മദേ ഞാൻ സന്തുഷ്ടനാണ്, എന്നെ വേണമെങ്കിൽ കൊന്നുകളഞ്ഞോ, എന്നെ വേണമെങ്കിൽ പണം ചോദിച്ചുകൊണ്ട് നിനക്ക് വേണ്ടത്ര പണം തന്നുകൊള്ളാം, ഞാൻ പോയിക്കൊള്ളാം.
അല്ല, നീ എന്താണ് എന്നിൽ ആഗ്രഹിക്കുന്നത് അതെനിക്ക് ചെയ്യാം, നിനക്ക് അധികാരമുണ്ട്, നിന്റെ നാടാണ്, നിന്റെ പള്ളിയാണ്. അള്ളാഹുവിന്റെ റസൂല് സുമാമയെ നോക്കിക്കൊണ്ട് രണ്ടാമത്തെ ദിവസവും അള്ളാഹുവിന്റെ റസൂല് പിന്തിരിഞ്ഞു കളഞ്ഞുപോയി. മൂന്നാമത്തെ ദിവസം അതാ വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ സുമാമ, എന്തൊക്കെ നിനക്ക് എന്ത് പറയാനുണ്ട്? ആ സമയത്തും മിനിഞ്ഞാന്ന് പറഞ്ഞ വാക്കാണ് സുമാമ പറഞ്ഞത്, ഇന്നലെ പറഞ്ഞ വാക്കാണ് സുമാമ പറഞ്ഞത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികൾ വിളിച്ചുകൊണ്ട് പറയുന്നു, അത്രിഖൂ സുമാമ, സുമാമനെ വന്ന് വിളക്കി വിടൂ സഹാബ. ഒന്നും വേണ്ട, സുമാമ പോയിക്കൊള്ളട്ടെ, അവന്റെ പണം നമുക്ക് ആവശ്യമില്ല, അവനെ കൊന്നുകളയിൽ നമുക്ക് ഉദ്ദേശവുമല്ല, അവൻ പോയിക്കൊള്ളട്ടെ, ഒന്ന് ഇളക്കി വിടൂ, അതാണ് വേണ്ടത്. അങ്ങനെ സഹാബത്ത് വന്ന് സുമാമന്റെ ചങ്ങല മുഴുവനും അഴിച്ചുവിട്ടു. അഴിച്ചുവിട്ടപ്പോൾ സഹാബത്ത് ചോദിക്കുന്നു, എന്താണ് നിന്റെ പിന്നിലുള്ള ഉദ്ദേശം? ആ സമയത്ത് സുമാമ പറയുന്ന, ഇതാ ഏതാനും മണിക്കൂറുകൾക്കും കണ്ടു നിന്നോ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ സുമാമ പള്ളിയിൽ നിന്ന് പുറത്തു പോയിട്ട് കുളിച്ചു വന്നു. കുളിച്ചു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് പോയിട്ട് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി 3 ദിവസം ഈ ചങ്ങലയിൽ കിടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളുടെയും പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കിയ സുമാമ ഈ മുഹമ്മദ് സഹാബികളോട് പറഞ്ഞ വാക്ക് കേട്ട സുമാമ, ആ സുമാമന്റെ മനസ്സ് അലിഞ്ഞു പോയി സഹോദരാ. സുമാമന്റെ കൽബിനിക്ക് പരിവർത്തനം വന്നു പോയി. സുമാമന്റെ മനസ്സ് മാറി. കുളിച്ച് വസ്ത്രം അണിഞ്ഞുകൊണ്ട് വന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ഈ മുഹമ്മദിന്റെ ഒരു അണിയായി മാറി. ഈ അണിയായി മാറിയതിന്റെ ശേഷം സുമാമ ചെയ്തതായ ഒരു വാക്കുണ്ട്, പറഞ്ഞ ഒരു വാക്കുണ്ട്, യാ മുഹമ്മദ് മാ മിൻ വജ്ഹിൻ അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക ഫഅസ്ബഹ മിൻ വുജൂഹി അഹബ്ബ ഇലയ്യ. മാ മിൻ ദീനിൻ അബ്ഗള ഇലയ്യ മിൻ ദീനിക ഫഅസ്ബഹ ഇലയ്യ ദീനുക അഹബ്ബ ഇലയ്യ. മാ മിൻ ബലദിൻ അബ്ഗള ഇലയ്യ മിൻ ബലദിക ഫഅസ്ബഹ ബലദുക അഹബ്ബ ഇലയ്യ. മുഹമ്മദേ കേൾക്കണോ, നീ പൊന്നാര ഹബീബേ നിങ്ങൾ കേൾക്കണോ? ഇതുവരെ നിങ്ങളുടെ മുഖം എന്നിലേക്ക് ഏറ്റവും ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു മുഖമായിട്ടാണ് ഞാൻ കണ്ടത്. എന്നാൽ ഇന്ന് മുതൽ ഏറ്റവും സ്നേഹത്തിന്റെ മുഖമായി എൻ്റെ അടുക്കൽ മാറിയിരിക്കുന്നു റസൂലേ. കേൾക്കണോ, നിങ്ങൾ കൊണ്ടുവന്ന ഇസ്ലാം അത് എൻ്റെ അടുക്കൽ ഏറ്റവും ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു ദീനായിരുന്നു ഇതുവരെ. എന്നാൽ ഇന്ന് മുതൽ എന്നിലേക്ക് ഏറ്റവും പിരിസഞ്ജനിപ്പിക്കുന്ന ഒരു ദീനായി മാറി റസൂലേ. നിങ്ങളുടെ ഈ നാട്, ഈ മദീന മുനവ്വറ, ഇതുവരെ എനിക്ക് കേൾക്കുമ്പോൾ എൻ്റെ കൽബിൽ നിന്നും ഇവിടുന്ന് ദേഷ്യത്തിന്റെ കൂമ്പാരങ്ങൾ അടക്കി നിർത്താതെ വന്നുകൊണ്ടിരിക്കുന്ന ഈ നാട് ഇന്നിതാ എൻ്റെ കൽബിലേക്ക് സ്നേഹത്തിന്റെ നാടായി മാറിയിരിക്കുന്നു. ഇതാണ് സഹോദര ആ സുമാമയുടെ പരിവർത്തനം. മദീന നാട് സ്നേഹത്തിന്റെ നാടായി മാറി.
അള്ളാഹുവിന്റെ റസൂലും റസൂലിന്റെ മുഖവും സ്നേഹത്തിന്റെ ശരീരമായി മാറി. അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന ദീനി സ്നേഹത്തിന്റെ ദീനായി മാറി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്വഭാവം പൂർത്തീകരിച്ച് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത്. ഇതാണ് സൽസ്വഭാവത്തിന്റെ ഉടമ. സൽസ്വഭാവത്തോടു കൂടി എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ആ സൽസ്വഭാവത്തോടു കൂടി പറയപ്പെട്ട വാക്കിന് വിജയമാണുള്ളത്. സൽസ്വഭാവത്തോടു കൂടി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ആ സൽസ്വഭാവത്തോടു കൂടി ചെയ്ത പ്രവർത്തനം ഇവിടുന്ന് നല്ല പ്രവർത്തനമായിട്ടാണ് മാറിയത്. അങ്ങനെയുള്ള സൽസ്വഭാവത്തിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ 40 കൊല്ലം പിന്നിട്ടതായി സദസ്. ആ സൽസ്വഭാവത്തിൽ നിന്ന് ഉടലെടുത്തതായ വാക്കിന്റെ രഹസ്യമാണ് നമ്മുടെ 40 കൊല്ലം ഇങ്ങോട്ട് പിന്നിട്ടതായ ഈ കുത്തുബിയ്യത്തിന്റെ വാക്കുകൾ. പക്ഷേ നമ്മുടെ സ്വഭാവം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ സ്വഭാവം പരിശോധിക്കുന്നതിന് മുമ്പ് ദുസ്വഭാവം കൊണ്ട് ചെയ്തു വെക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. അത് എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. അൽ ഹുസ്നു സയ്യിഉ അൽ ഖുലുഖു സയ്യിഉ ഹിയ സമൂമുൻ ഖാതിലാ. ചീത്ത സ്വഭാവം അത് സമുദായത്തിനെ മുഴുവനും കൊല്ലുന്ന വിഷമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ചീത്ത സ്വഭാവമുണ്ടല്ലോ, അത് സമുദായത്തിനെ മുഴുവനും കൊല്ലുന്നു. വീട്ടിലുള്ളവരെ മുഴുവനും കൊല്ലുന്നു, രാഷ്ട്രത്തിലുള്ളവരെ മുഴുവനും കൊല്ലുന്നു, കമ്മിറ്റിയിലുള്ളവരെ മുഴുവനും കൊല്ലുന്നു, സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊല്ലുന്നു. ഇതാണ് ദുസ്വഭാവം, ഇതാണ് ചീത്ത സ്വഭാവം. അൽ ഖബായിസത്തുൽ മുബഇദത്തു മിൻ ജിവാരി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ സമ്മതത്തിൽ നിന്ന് വിദൂരമാക്കുന്നതായ സ്വഭാവമാണ് ചീത്ത സ്വഭാവം. അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമില്ല, അല്ലാഹുവിന്റെ മലക്കുകളുടെ അടുക്കൽ സ്ഥാനമില്ല, അല്ലാഹുവിന്റെ ജനങ്ങൾക്ക് മുസ്ലിം സമുദായത്തിന്റെ അടുക്കൽ, വിശ്വാസി സമുദായത്തിന്റെ അടുക്കൽ സ്ഥാനമില്ല. അങ്ങനെ അല്ലാഹുവിന്റെ ഹദ്റത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ സദസ്സിൽ നിന്ന് ദൂരത്താക്കുന്ന ചീത്ത സ്വഭാവമാണ് ചീത്ത സ്വഭാവമെങ്കിൽ അവനിക്ക് ഇസ്ലാമിൽ സീറ്റില്ല, അവനിക്ക് സ്വർഗത്തിൽ സീറ്റില്ല, അവനിക്ക് മലക്കുകളുടെ അടുക്കൽ സീറ്റില്ല. ബഹുമാനമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സ്വർഗത്തിനെ സംബന്ധിച്ച് പറയുന്നു. സ്വർഗം ആർക്കുള്ളതാണ്? സ്വർഗം വിശ്വാസികൾക്കുള്ളതാണ്. സ്വർഗം അമലുകൾ ചെയ്തവർക്കുള്ളതാണ് എന്നുള്ള ഈ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ ശേഷം പറയുന്നു, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. സ്വർഗത്തിന്റെ ആ കട്ടിലിന്റെ 4 കാലിലൂടെയും ഹാറുകൾ ഒഴുകിപ്പോകുന്നു, താഴ്ഭാഗത്തിലൂടെ ഹാറുകൾ ഒഴുകിപ്പോകുന്നു. ഇങ്ങനെയുള്ള സ്വർഗത്തിന്റെ മഹിമകളും സ്വർഗത്തിന്റെ രസങ്ങളും സ്വർഗത്തിന്റെ അനുഭൂതികളും പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ذَلِكَ جَزَاءُ مَن تَزَكَّى. ശരീരത്തിനെ നന്നായി സംസ്കരിച്ചെടുത്തുകോ, അല്ലാഹുവിന്റെ ഇബാദത്തുകളെ നിരന്തരം ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് പ്രചോദനം നൽകുന്ന സൽസ്വഭാവികൾക്കുള്ള പ്രതിഫലമാണ് സ്വർഗം കേട്ടോ. നാം എവിടെയായാലും സൽസ്വഭാവികളാകണം. എവിടെയായാലും നാം സൽസ്വഭാവത്തോടു കൂടി മാത്രമേ പെരുമാറാൻ പറ്റുകയുള്ളൂ. ആരോടും എവിടെയും ദുസ്വഭാവത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ നിന്ന് പെരുമാറുവാനോ മറ്റുള്ളവനോട് അഭിസംബോധനം ചെയ്യുവാനോ ഒരിക്കലും പാടില്ല. ദുസ്വഭാവത്തിലൂടെ അല്ലാഹുവിന്റെ കരുണ വേണോ, മുത്തനബിന്റെ ശുപാർശ വേണോ? സൽസ്വഭാവികൾക്കാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു,
ഇങ്ങനെയുള്ള സൽസ്വഭാവമാണ് മീസാൻ എന്ന തുറാസിൽ മീസാൻ എന്ന തിരാസിൽ ഭാരം നൽകുന്നത് ശഫീഉനാ റസൂലുള്ളാഹി. നിസ്കാരം ഈ മീസാനിൽ ശക്തി കൊടുക്കുന്നതിനേക്കാൾ, നോമ്പ് ഈ ത്രാസിൽ ശക്തി കൊടുക്കുന്നതിനേക്കാൾ, ഹജ്ജുകളും ഉംറകളും സദഖകളും ഈ തുലാസിനെ ഘനപ്പിക്കുന്നതിനേക്കാളും ഒന്നാമത്തെ പടിയിൽ തന്നെ ഒന്നാമത് സ്റ്റാർട്ട് ചെയ്തത് അവസരത്തിൽ നിന്ന് ഈ തുലാസിന് ഭാരം കൊടുക്കുന്ന സാധനം ഏതാണ്? ഹുസ്നുൽ ഖുലുഖി, അത് സ്വഭാവമാണ് കേട്ടോ. ഒരു മനുഷ്യനെ സ്വർഗത്തിൽ കടത്തുന്നത് അവന്റെ തഖ്വല്ലാഹി, അല്ലാഹുവിനോടുള്ള അവന്റെ തഖ്വയും വഹുസ്നുൽ ഖുലുഖി സൽസ്വഭാവമാണ് ശഫീഉനാ റസൂലുള്ളാഹി. സൽസ്വഭാവം അത് പറഞ്ഞ് തിട്ടപ്പെടുത്താൻ ആരെക്കൊണ്ടും സാധ്യമേയല്ല. അത്രയും വലിയതാണ് സൽസ്വഭാവം എന്നുള്ളത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഓ മൂസ, നീ ഫറോവ ചക്രവർത്തിയുടെ അടുക്കൽ പോയി അവനെ നേരെയാക്കണം. അവനോട് നീ നല്ല നല്ല വാക്കുകൾ മാത്രമേ പറയാവൂ, ചീത്ത വാക്ക് അവനോട് പറയാൻ പാടില്ല. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, നീ അവനോട് നല്ല നല്ല വാക്ക് മാത്രമേ പറയാവൂ. നീ പറയുന്ന വാക്ക് കണ്ട് ഒന്നിക്കൽ അവൻ പേടിക്കും, അല്ലെങ്കിൽ അവൻ ഉറുദിസിദ്ധിക്കും. ഇങ്ങനെ ഏതൊരു പ്രവാചകനെ സമുദായത്തിലേക്ക് അയക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകരിൽ നിന്ന് ഉടമ്പടി സ്വീകരിക്കുന്നത് സൽസ്വഭാവം വേണം. നല്ല നിലക്ക് പെരുമാറണം, നല്ല വാക്ക് പറയണം, നല്ല പ്രവർത്തിക്കണം, ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞുകൂടാ എന്നുള്ള ദൗത്യവുമായിട്ടാണ് ഓരോ പ്രവാചകന്മാരെയും തന്റെ സമുദായത്തിലേക്ക് ദീൻ നിലനിർത്തുവാനും ദീൻ ഇവിടുന്ന് പ്രചരിപ്പിക്കുവാനും വേണ്ടി അയക്കുന്നത്. അതുകൊണ്ട് ബഹുമാനമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സൽസ്വഭാവം ഉണ്ടാക്കുന്ന 5 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. സൽസ്വഭാവം എന്താണ്? ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ട ഒരു വിശേഷമാണ്. ആ വിശേഷണം അവനിക്ക് നല്ലതാക്കുവാനും സാധിക്കുന്നു, അവൻ വടക്കാക്കുവാനും സാധിക്കുന്നു. സൽസ്വഭാവത്തെ നന്നാക്കിയാൽ അവനിക്ക് സ്വർഗത്തിൽ പോകാം. അതേപോലെ തന്നെ സൽസ്വഭാവത്തെ, ഈ സ്വഭാവത്തെ വടക്കാക്കിയാൽ അവനിക്ക് നരകത്തിലേക്ക് പോകാം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, എന്താണ് സൽസ്വഭാവം? സൽസ്വഭാവം ഉണ്ടായവനിൽ നിന്ന്, സൽസ്വഭാവം നിലനിന്നവനിൽ നിന്ന് പ്രകടമാകുന്ന 5 കാര്യങ്ങൾ. ഇനി ആർക്കെങ്കിലും ഈ സൽസ്വഭാവത്തിൽ നിന്ന് ഞാൻ പറയുന്ന 5 കാര്യം ഇല്ലെങ്കിൽ അത് ഇന്ന് മുതൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒന്ന് ഇഹ്തിമാലുൽ അദാ, ഒന്ന് വിഷമം സഹിക്കുക. സൽസ്വഭാവമുള്ളവൻ വിഷമം സഹിക്കും. ആരെന്ത് ബുദ്ധിമുട്ടിച്ചാലും, ആരെന്ത് മർദ്ദിച്ചാലും, ആരെന്ത് വഴക്ക് പറഞ്ഞാലും, ആരെന്ത് കുരുത്തക്കേട് പ്രവർത്തിച്ചാലും ഇവനിക്ക് ഈ സൽസ്വഭാവമുള്ള വ്യക്തികൾക്ക് ദേഷ്യം വരില്ല കേട്ടോ. ഒരിക്കലും ദേഷ്യം വരില്ല. ആരെന്ത് പറയട്ടെ, ആരെന്ത് ചെയ്യട്ടെ, ഞാൻ എന്റെ വഴിയിലേക്ക് പോകുന്നു, ഞാൻ സ്വർഗത്തിന്റെ വഴിയിലേക്ക് പോകുന്നു, ഞാൻ സൽസ്വഭാവിയായി മാറുന്നു. അവനോട് ദേഷ്യം പിടിക്കാനുള്ളവനല്ല ഞാൻ, അവനോട് ചൊടിക്കാനുള്ളവനല്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇഹ്തിമാലുൽ അസാ, വിഷമം സഹിക്കുന്നു. ഈ വിഷമം സഹിച്ചാൽ ഏതൊരു കാര്യത്തിലും അവിടെ വഴക്കുകളോ, അവിടെ തെറ്റുകളോ, അവിടെ കുഴപ്പങ്ങളോ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഈ വിഷമങ്ങൾ സഹിക്കാത്ത കാരണത്തിലാണ് ഒരു വീട്ടിൽ വീട്ടമ്മയും തന്റെ വീട്ടിലേക്ക് വന്ന മരുമക്കളും ഇവിടുന്ന് വഴക്ക് കൂടുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വിഷമം സഹിക്കാത്ത കാരണത്തിലാണ് മക്കൾ മാതാപിതാക്കളോട് വഴക്ക് കൂടുന്നത്. അതേപോലെ തന്നെ മക്കളിൽ നിന്നുള്ള തെറ്റുകൾ സഹിക്കാത്ത കാരണത്തിലാണ് മാതാപിതാക്കൾ മക്കളോട് ഇവിടുന്ന് വഴക്ക് കൂടുന്നത്.
അതേപോലെ തന്നെ ശിഷ്യന്മാരിൽ നിന്ന് ഏതെങ്കിലും ഒരു തെറ്റുണ്ടായാലോ, ഏതെങ്കിലും ഒരു വഴക്കുണ്ടായാലോ, അവിടുന്ന് ഉസ്താദ് ആ വിഷമങ്ങൾ സഹിച്ചില്ലെങ്കിലാണ് വഴക്കുണ്ടാകുന്നത്. ഉസ്താദന്മാരിൽ വന്ന തെറ്റുകളും ഉസ്താദന്മാരിൽ നിന്ന് വന്ന കുറവുകളും ഇവിടുന്ന് സഹിച്ചില്ലെങ്കിലാണ് ശിഷ്യന്മാർ വഴക്ക് കൂടുന്നത്. അതേപോലെ തന്നെ സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുകയില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടുന്നില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പുകളും അതേപോലെ തന്നെ വാക്കേറ്റവും ഉണ്ടാകുന്നില്ലേ? പരസ്പരം സഹിക്കാത്തത് കൊണ്ടാണ്, പരസ്പരം പൊറുക്കാത്തത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വൽ ഗാളിബി വൽ കാളിമീനൽ ഗൈള. ആ മുഅ്മിനീങ്ങളുടെ അടയാളം അവർ ദേശത്തെ അടക്കി നിർത്തുന്നവരാണ് നബിയേ. ദേഷ്യം പെട്ടെന്ന് വരും, ചൊടി പെട്ടെന്ന് വരും. പക്ഷേ ആ ദേശത്തെ ഇവിടുന്ന് അടക്കി നിർത്താൻ ആർക്കാണ് കഴിയുന്നത്? അവനാണ് സൽസ്വഭാവി. ദേശത്തെ ഇല്ലായ്മ ചെയ്യാൻ ആർക്കാണ് കഴിയുന്നത്? അവനാണ് സൽസ്വഭാവി. ഇങ്ങനെയുള്ള സൽസ്വഭാവം വേണോ? ദേഷ്യപ്പെടുന്ന സമയത്ത് പുന്നാര ഹബീബ് പഠിപ്പിക്കുന്ന 3 കാര്യം പഠിച്ചോ. 1, നിൽക്കുന്ന ദേഷ്യം പിടിച്ചവൻ നിൽക്കുന്നവനാണെങ്കിൽ അവൻ ഇരിക്കണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ദേഷ്യം വരുന്നോ വുളൂ ചെയ്യണം. നിൽക്കുന്നവൻ ഇരിക്കുകയോ ഇരിക്കുന്നവൻ കിടക്കുകയോ ചെയ്താൽ അവന്റെ അടുക്കലേക്ക് ഇബ്ലീസ് വരികയില്ല, ദേഷ്യം പിടിക്കുകയില്ല. ദേഷ്യത്തെ ശമിക്കുവാനും കുറപ്പിക്കുവാനുമുള്ള വഴിയാണ്. അതേപോലെ തന്നെ ദേഷ്യം വന്നോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. എന്നിട്ടും ദേഷ്യം സമാധാനമാകുന്നുമില്ലെങ്കിൽ വുളൂ ചെയ്യണം. ഇങ്ങനെ അഊദ് പറയുകയോ വുളൂ ചെയ്യുകയോ ചെയ്താൽ ദേഷ്യം പിടിപ്പിക്കാൻ വന്ന ഇബ്ലീസ് അവന്റെ അരികിൽ നിന്ന് ഓടിപ്പോകും. ദേഷ്യം അവനിക്ക് ക്ഷമിക്കാൻ സാധിക്കും. ഇതാണ് ദേഷ്യത്തിന്റെ മർമ്മപ്രധാനം. അങ്ങനെ ദേഷ്യം പിടിച്ചില്ലെങ്കിൽ അവൻ ഇവിടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സഹിക്കൂല. ദേഷ്യം പിടിച്ചാലോ സഹിക്കൂല, ദേഷ്യം പിടിച്ചില്ലെങ്കിലോ എല്ലാം സഹിക്കും, ക്ഷമിക്കും, പൊറുക്കും. അങ്ങനെ അവനും അവന്റെ പരിസരവും അവന്റെ നാടും അവന്റെ വീടും എല്ലാം ഇസ്ലാമിന്റെ നാടും വീടുമായി മാറി. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മെ ഏവരെയും പെടുത്തട്ടെ. അതേപോലെ തന്നെ ബഹുമാനമുള്ള സഹോദരന്മാരെ, രണ്ടാമത് സൽസ്വഭാവത്തിന്റെ അടയാളം അത്തബസ്സുമു, പുഞ്ചിരിയാണ്. പുഞ്ചിരി, ആരെ കാണുമ്പോഴും പുഞ്ചിരിക്ക. ഇതാണ് സൽസ്വഭാവത്തിന്റെ മറ്റൊരു ഉദാഹരണം. പുഞ്ചിരിയാണ്, ചിരിയല്ല, പുഞ്ചിരിയാണ്. ചിരിക്കുന്ന സമയത്ത് ആ മുമ്പാകത്തെ പല്ല് മാത്രം കാണുക. ചിരിക്കുന്ന സമയത്ത് പല്ലിന്റെ മീതെയുള്ള മോണയോ നൊണ്ണോ കണ്ടാൽ അത് ചിരിയാണ്, പുഞ്ചിരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും അങ്ങനെ ചിരിച്ചിട്ടില്ല. നൊണ്ണ് കാണുന്ന നിലയ്ക്ക് ചിരിച്ചിട്ടില്ല, പുഞ്ചിരി മാത്രമാണ് ചിരിച്ചത്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു ഉറുമ്പിന്റെ കഥ പറയുന്ന സമയത്ത് ചിരിച്ച സംഭവമുണ്ടല്ലോ. ഫതബസ്സമ ളാഹിക, പുഞ്ചിരിച്ചു എന്ന് പറഞ്ഞാൽ സുലൈമാൻ നബി അലൈഹിസ്സലാമും പ്രജകളും ഇങ്ങനെ റോഡിലൂടെ വരികയാണ്. ആ സമയത്ത് ഒരു കൂട്ടം ഉറുമ്പ്, ഈ ഉറുമ്പിന്റെ നേതാവ് മറ്റു ഉറുമ്പുകളോട് പറയുന്നു, വേഗം നിങ്ങൾ പോയി നിങ്ങളുടെ മാളത്തിലും പൊത്തിലും ഒളിച്ചോ. സുലൈമാൻ നബി അലൈഹിസ്സലാമും പ്രചാരകന്മാരും വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പോയിട്ട് ഒളിച്ചില്ലെങ്കിൽ സുലൈമാൻ നബിയും പ്രചാരകരും നിങ്ങളുടെ ചവിട്ടിക്കൊണ്ട് ചാമ്പലാക്കും. ഈ വിഷയം റബ്ബ് സുബ്ഹാനഹു തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കേൾപ്പിച്ചു കൊടുത്തു, അറിയിച്ചു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. ഫസ്തബസ്സമ ളാഹിക, പുഞ്ചിരിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് കാര്യത്തിലും പുഞ്ചിരിക്കുമായിരുന്നു.
ചിരിക്കൂല, അട്ടഹസിച്ച് ചിരിക്കൂല. അട്ടഹസിച്ച് ചിരിക്കുക എന്നുള്ളത് നമ്മുടെ ഇസ്ലാമിൽ യോജിച്ചതുമല്ല. അട്ടഹസിച്ച് ചിരിക്കരുത് എന്നാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഫല്യദ്ഹകൂ ഖലീലൻ വല്യബ്കൂ കസീറാ. നിങ്ങൾ ചിരിക്കുന്നതിന്റെ പകരം അധികമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് കരച്ചലാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണിത്. ചിരിക്കുകയോ അതേപോലെ തന്നെ പതിവിൽ കവിഞ്ഞുകൊണ്ട് അട്ടഹസിച്ച് ചിരിക്കുകയോ ആർത്ത് വിളിച്ച് ചിരിക്കുകയോ ഒന്നും ചെയ്യരുത്. അത് ഇസ്ലാമിൽ യോജിച്ചതല്ല. ആ സ്വഭാവക്കാരല്ല. ഏതെങ്കിലും ഒരു നല്ലത് കണ്ടാൽ, അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ ഇസ്ലാമിന് വിരോധിക്കാത്ത ഏതെങ്കിലും ഒരു വാക്കുകൾ കണ്ടാൽ അവിടെ ചിരിക്കുന്നതല്ല പ്രശ്നം, അവിടെ പുഞ്ചിരിക്കുന്നതാണ് പ്രശ്നം. പുഞ്ചിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ ഇതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിന്റെ സഹോദരൻ നിന്നെ കാണുന്ന സമയത്ത് അവന്റെ മുഖപ്രസന്നതയോടുകൂടി കാണുക എന്നുള്ളത് സദഖത്തുൽ ലഹു ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുന്ന സമയത്ത് പുഞ്ചിരിക്കണം. ആ പുഞ്ചിരിച്ചാൽ അത് സദഖയാണ്. സദഖ, ഈ പുഞ്ചിരിച്ചവനിക്ക് സദഖന്റെ കൂലി കിട്ടുമെന്നാണ് പറയുന്നത്. ഏതൊരു മനുഷ്യനെ കാണാൻ നമുക്ക് എന്താ ഒരൽപ്പം പുഞ്ചിരിക്കാൻ കഴിയില്ലേ? പുഞ്ചിരിച്ചതിന് പ്രതിഫലമുണ്ടെന്നല്ലേ പറയുന്നത്? പുഞ്ചിരിച്ചതിന് സദഖന്റെ കൂലിയുണ്ടെന്നല്ലേ മുത്തുനബി പറഞ്ഞു തരുന്നത്? അതുകൊണ്ട് എൻ്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ സഹോദരിമാർ തമ്മിൽ നിങ്ങൾക്ക് പിന്നെ ഉളൂമുറിയാത്തവരെ കാണുമ്പോൾ, തൊട്ടാൽ ഉളൂമുറിയാത്തവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ സംസാരിക്കാനും നോക്കാനും തൊടാനുമുള്ളവരെ കാണുമ്പോൾ നിങ്ങളൊന്ന് ചിരിക്കുക. അത് നിങ്ങൾക്ക് സ്വഭാവമാണ്, സദഖയാണ്. അത് നിങ്ങൾക്ക് സദഖയാണ്, അത് സ്വൽസ്വഭാവമാണ്. അതുകൊണ്ട് അത്തബസ്സുമു, പുഞ്ചിരിക്കുക എന്നുള്ളത് അത് സ്വൽസ്വഭാവത്തിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. ഒന്ന് പിന്നെ വിഷമം സഹിക്കുക, രണ്ട് ആരെങ്കിലും കാണുന്ന സമയത്ത് പുഞ്ചിരിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, തനിക്ക് ആരിൽ നിന്ന് എന്തും കിട്ടണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക. ഇതും ഒരു പിന്നെ സൽസ്വഭാവത്തിന്റെ മൂന്നാമത്തെ കാര്യമാണ്. നമ്മുടെ പ്രശ്നം എന്ത്? ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരുന്നു, ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് നല്ലോണം തരണം, അല്ലെങ്കിൽ ഞാൻ ചോദിച്ച കാര്യം കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ദേഷ്യമാണ്, ചൊടിയാണ്. ഇനി അവൻ കൊണ്ടുവന്നാലോ അവനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. ഇതല്ല, ആരിൽ നിന്നും ഒരു കാര്യവും കിട്ടണമെന്നുള്ള ആഗ്രഹം നമുക്ക് ഒരിക്കലും ഉണ്ടാവരുത്. നാം അധ്വാനിക്കണം, നാം തിന്നണം, നാം ഭക്ഷിക്കണം, നമ്മുടെ അധ്വാനത്തിൽ നിന്ന് നാം കൊടുക്കണം. ഈ ആശയാണ് ഒരു മനുഷ്യർക്ക് ഉണ്ടാവേണ്ടത്. മറ്റുള്ളവൻ അധ്വാനത്തിന്റെ ഫലമായി കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എനിക്ക് തരണമെന്ന് ആരും ഒരിക്കലും ആഗ്രഹിക്കരുത്. ആഗ്രഹിച്ചാലോ അവനിക്ക് സൽസ്വഭാവമല്ല. എനിക്ക് കിട്ടിയില്ലെങ്കിൽ എത്ര വഴക്ക് പറയും, എത്ര അസഭ്യം പറയും. അതേപോലെ തന്നെ അവനെ കാണുന്ന സമയത്ത് അവന്റെ മുഖം തിരിച്ചു കൊണ്ടുപോകും. ഇതെന്റെ കിട്ടാത്തതിന്റെ ഫലമാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, ഇസ്ലാമിന്റെ ദീനിന്റെ ആ ചൊല്ലെങ്ങനെയാണ്, പ്രവൃത്തി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആയിഷ, ആരെങ്കിലും നിനക്ക് എന്തെങ്കിലും തന്നാൽ അത് നല്ല നിലയ്ക്ക് നീ സ്വീകരിക്കുക. ആയിഷ, ആയിഷ, ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടണമെന്ന ആഗ്രഹം നിനക്കുണ്ടാവരുതേ ആയിഷ. ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി. ഇതും സൽസഭാ. അപ്പം ഒന്ന്, മറ്റുള്ളവരിൽ നിന്നുള്ള ബുദ്ധിമുട്ട് സഹിക്കുക. അതേപോലെ തന്നെ
മുഖപ്രസന്നതയോട് കൂടി പുഞ്ചിരിക്കുക. മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന ആഗ്രഹം നമുക്കുണ്ടാവരുത്. അതേപോലെ തന്നെ നാം അള്ളാഹു തന്നതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന ആശ നമുക്കുണ്ടാവണം. നമ്മിൽ നിന്ന് മറ്റുള്ളവർ ജീവിക്കണം, നമ്മിൽ നിന്ന് മറ്റുള്ളവർ ഇവിടെ നിന്ന് ജീവിച്ച് പോരണം. ഇതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ഒരു മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതായ മുതലിനെ 2 ഓഹരി വെക്കണം. ഓഹരി വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതായ മുതല് അവനിക്കും അവൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമുള്ളവർക്കും 1 കൊല്ലത്തെ ജീവിക്കാൻ, താമസിക്കാൻ, വസ്ത്രമണിയാൻ 1 കൊല്ലത്തെ ബാക്കി വെച്ച ബാക്കിയുള്ള മുഴുവൻ പണങ്ങളും അത് സാധുക്കൾക്ക് അവകാശപ്പെട്ടതാണ്. അത് ധനികന്റെ ധനത്തിന്റെ പേരിലാണത്. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാം ഇതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂല് ഇസ്ലാമിലേക്ക് ഇവിടുന്ന് സദഖ ചോദിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് ഒട്ടകത്തിൽ പിടിക്കുന്ന വെള്ളിയും ഒട്ടകത്തിൽ പിടിക്കുന്നതായ പൊന്നും ഇവിടുന്ന് ഇസ്ലാമിലേക്ക് സദഖ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളർന്ന് 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 പന്തലിച്ച് ഇവിടുന്ന് മക്കയും മദീനയും വിട്ടുകൊണ്ട് ഇതര നാടുകളിലേക്ക് ഇസ്ലാം എത്തി. ഇന്ന് യൂറോപ്പിലെത്തി. ഇന്ന് ഇസ്ലാമിനെ അറിയാത്തവർ ലോകത്തില്ല കേട്ടോ. അതുകൊണ്ട് നാം എന്ത് വേണമെന്നറിയോ? നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നതായ ഈ പണത്തിൽ നിന്ന് ഒരൽപ്പം അല്ലാഹുവിന്റെ ഭാഗത്തേക്ക്, ഇസ്ലാമിന്റെ ഭാഗത്തേക്ക് ചെലവഴിക്കാതിരിക്കേണ്ടതില്ല കേട്ടോ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഇന്ന സ്വദഖത തുത്ഫിഉ ഗളബർ റബ്ബി വതുമീതു മീതത്തസ്സൂഇ. നിശ്ചയം നീ ചെയ്യുന്ന സദഖയുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോപത്തേക്ക് ഇവിടുന്ന് തണുപ്പിക്കുവാനും ദുർമരണത്തെ തട്ടുവാനും സാധിക്കും. ശഫീഉനാ റസൂലുള്ളാഹി. നാം കൊടുക്കുന്ന സദഖയുണ്ടല്ലോ, ആ സദഖ നമുക്ക് വരുന്ന ദുർമരണങ്ങളെ തട്ടിക്കളയുന്നു. നാം അറിയാത്ത ഭാഗത്തിലൂടെ പറയണ്ട, തട്ടിക്കളയുന്നു. അള്ളാഹുവിന്റെ കോപത്തെ പൊലിച്ചു കളയുന്നു, കെടുത്തിക്കളയുന്നു. നാം സദഖ ചെയ്യുമ്പോൾ പള്ളിക്ക് കൊടുത്ത സദഖ, മദ്രസയിലേക്ക് കൊടുത്ത സദഖ, യതീം മക്കൾക്ക് കൊടുത്ത സദഖ, അഗതികൾക്കും അനാഥർക്കും കൊടുത്ത സദഖ, ഈ സദഖ നാം അറിയാത്ത ഭാഗത്തിലൂടെ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവിടുന്ന് അപകടം വിധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദുർമരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മോട് അള്ളാഹു ചൊടിച്ചിട്ടുണ്ടെങ്കിൽ, ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നാം ചെയ്യുന്ന ഈ സദഖ തട്ടുമെന്ന് പുന്നാര ഹബീബ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സദഖ ചെയ്യുന്നവന് അവൻ സൽസൽഭാവിയായിട്ടേ സദഖ ചെയ്യുകയുള്ളൂ. ദാഊ അംറാലകും ബിസ്സദഖ. നിങ്ങൾ നിങ്ങളുടെ രോഗങ്ങളെ കൊണ്ട് രോഗങ്ങളെ സദഖ കൊണ്ട് മരുന്നാക്കണേ. ശഫീഉനാ റസൂലുള്ളാഹി. എന്ത് നമുക്ക് വന്ന രോഗങ്ങള്, ആ രോഗത്തിലേക്ക് ആദ്യം മരുന്നാക്കേണ്ടത് സദഖ ചെയ്തിട്ടാണ്. ആസ്പത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് സദഖ ചെയ്യുക. എനിക്ക് വന്ന രോഗം ഇതാ, ഈ സദഖന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ ശിഫിയാക്കണമെന്ന് പറഞ്ഞിട്ട് സദഖ ചെയ്താൽ ആ ചെയ്യുന്ന സദഖയാണ്, ആ സദഖയുടെ കാരണമാണ്, ആ സദഖയുടെ ഫലമായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗങ്ങൾ ശിഫിയാക്കുന്നത് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൻ നഫസ കുർബത അഖീഹി കുർബതൻ മിൻ കുറബിദ് ദുനിയാ നഫസല്ലാഹു കുർബതഹു കുർബതൻ മിൻ കുറബി യൗമിൽ ആഖിറ. നീ നിന്റെ സഹോദരന് വന്ന ഒരു വിഷമത്തെ ഇവിടെ നിന്ന് തട്ടി ദൂരത്താക്കി,
ആ വിഷമത്തിനെ ഇല്ലായ്മ ചെയ്തു. വിഷമത്തെ നീ തുറസാക്കി കൊടുത്താൽ ആഖിറത്തിൽ നിനക്ക് വരുന്ന ബുദ്ധിമുട്ടിലെ ഒരു ബുദ്ധിമുട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ശപിക്കുമെന്ന്, ശമിപ്പിച്ച് വരുമെന്ന്, നിനക്ക് തട്ടിക്കളയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ സഹോദരന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആ ബുദ്ധിമുട്ടുകളെ നാം ഇവിടെ ശമിപ്പിച്ചു കൊടുക്കുക. തന്റെ അയൽവാസിക്ക് ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആ അയൽവാസിയുടെ ബുദ്ധിമുട്ടിനെ ഇല്ലായ്മ ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് തിരു ഹബീബ് നമ്മെ പഠിപ്പിച്ചത്, ഖദ്ദിം ജാറക ഖബല ബൈതിക. നീ വീട് കെട്ടുന്നതിന് മുമ്പ് നിന്റെ അയൽവാസികളെ ഒന്ന് മുന്തിക്കണേ. നാം പുര കെട്ടുന്ന സമയത്ത് അവിടെ കരണ്ടിന്റെ വൈദ്യുതിന്റെ വഴിയുണ്ടോ എന്നല്ല നോക്കേണ്ടത് ആദ്യം. അതേപോലെ തന്നെ ടവറിന്റെ ഫലമുണ്ടോ എന്നല്ല നോക്കേണ്ടത്. അവിടെ മൊബൈലിലേക്ക് ഇവിടുന്ന് സിഗ്നൽ കിട്ടുന്ന സ്ഥലമാണോ എന്നല്ല ആദ്യം നോക്കേണ്ടത്. അതേപോലെ തന്നെ നിന്റെ വീട്ടിലേക്ക്, നിന്റെ വീട്ടിന്റെ സ്ഥലത്തിലേക്ക് പോകാനുള്ള വഴിയുണ്ടോ എന്നല്ല ആദ്യം നോക്കേണ്ടത്. നിനക്ക് താങ്ങും തണലുമായി നിൽക്കാൻ, നിന്റെ ബുദ്ധിമുട്ട് തീർക്കാൻ, നിന്റെ വിഷമം തീർക്കാൻ, നിന്നെ വന്ന് സഹായിക്കാൻ, നിന്നെ വന്ന് കൈപിടിക്കാൻ നീ വീട് കെട്ടുന്ന സമയത്ത് നിന്റെ അയൽവത്തുക്കുള്ള അയൽവാസി എങ്ങനെയുള്ളതെന്ന് ചിന്തിക്കണേ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇതാണ് സൽസ്വഭാവം. അതേപോലെ തന്നെ പുന്നാര ഹബീബ് പറയുന്നു, നിന്റെ വീട്ടിൽ സമാധാനത്തിന്റെ വീടാകണോ, സൽസ്വഭാവത്തിന്റെ വീടാകണോ, നിന്റെ വീട്ടിലേക്ക് നിന്റെ മകനിക്ക് കൊണ്ടുവരുന്ന പെണ്ണ്, അല്ലെങ്കിൽ നിന്റെ മകളെ കൈപിടിച്ചു കൊണ്ടിരിക്കുന്നത് കൊടുക്കുന്ന ആണ്, അത് ഇസ്ലാമിന്റെ ആളാകണം. ഫദ്ഫർ ബിദാത്തിദ്ദീൻ. കാണുന്നതിനും കേൾക്കുന്നതിനൊക്കെ ദേഷ്യപ്പെടുത്തുന്നവർ, അതേപോലെ തന്നെ കിട്ടുന്നതൊക്കെ കിട്ടാത്തതിനുമൊക്കെ ദേഷ്യം പിടിക്കുന്നവർ, അവർ ദീനില്ല, അവരിൽ ദീനില്ല. അതുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് നിന്റെ മകനിക്ക് കൊണ്ടുവരുന്ന പെണ്ണ് ദീനുള്ള പെണ്ണായിരിക്കണം. നിന്റെ മകളെ കൈപിടിച്ചു കൊടുക്കുന്ന ആണ് ദീനുള്ളവനായിരിക്കണം. ആ ദീനുള്ളവർക്കാണ് സ്വഭാവം, സൽസ്വഭാവം ഉണ്ടാവുക. സൽസ്വഭാവത്തിന്റെ ഉടമകളാണോ, സൽസ്വഭാവത്തിലുള്ളവരാണോ, സൽസ്വഭാവത്തിന്റെ കുടുംബത്തിലാണോ, സൽസ്വഭാവത്തിന്റെ നാട്ടിലാണോ, സൽസ്വഭാവത്തിന്റെ ചങ്ങാതിമാരിലാണോ അവനുള്ളത് അല്ലെങ്കിൽ അവൾ പോകുന്നത് എന്ന് നീ ചിന്തിച്ചാൽ നിന്റെ ദീനിന്റെ 2% നീ കൈവന്നു. അതാണ് വഹിയ ഹലൽ ഹഖീഖത്തി ശത്രുദ്ദീൻ. സൽസ്വഭാവം ദീനിന്റെ പകുതിയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സൽസ്വഭാവം ദീനിന്റെ പകുതിയാണ്. ബാക്കിയുള്ളതിനിക്ക് മുഴുവനും ദീനിന്റെ അല്പം, ദീനിന്റെ പകുതിയുടെ സ്ഥാനമാണെങ്കിൽ സൽസ്വഭാവത്തിന് മാത്രം ദീനിന്റെ പകുതിയുടെ സ്ഥാനമെന്ന് പുന്നാര ഹബീബ് പഠിപ്പിക്കുന്നു. നമുക്ക് പുന്നാര ഹബീബ് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നാം സൽസ്വഭാവത്തിന്റെ ഉടമകളാകണം. നാം സൽസ്വഭാവത്തിന്റെ വക്താക്കളാകണം. സൽസ്വഭാവത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പേടിക്ക് നേരെ പിന്നിലാണ് കൊടുക്കുന്നത്. നിനക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ട സാധിക്കണോ, 2 കാര്യം. ഒന്ന് തഖ്വല്ലാ, അല്ലാഹുവിനെ നീ പേടിച്ച് ജീവിക്കണം. അതേപോലെ തന്നെ 2 വഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവവുമാണ്. അപ്പം ദീനിന്റെ പകുതി തഖ്വയാണെങ്കിൽ ദീനിന്റെ പകുതി സൽസ്വഭാവമാണ് കേട്ടോ. ദീനിന്റെ പകുതിയാണ് തഖ്വ. തഖ്വയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന കാര്യങ്ങളെ വെടിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യത്തെ എടുക്കുക. ഇതാണല്ലേ തഖ്വ. ഈ തഖ്വ 2 കൂടി ദീനിന്റെ പകുതിയാണെങ്കിൽ
വഹുസ്നുൽ ഖുലുഖി, ദീനിന്റെ മറ്റൊരു പകുതിയാണ് സൽസ്വഭാവം കേട്ടോ. അതുകൊണ്ട് സൽസ്വഭാവം വേണം. എല്ലാവരും സൽസ്വഭാവത്തിന്റെ ഉടമകളാകണം. ബാപ്പയും ഉമ്മയും സൽസ്വഭാവികളായാൽ മക്കൾ ഓട്ടോമാറ്റിക്കായി സൽസ്വഭാവികളാകും. അതേപോലെ തന്നെ ഒരു കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും സൽസ്വഭാവികളായാൽ ആ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ മുഴുവനും സൽസ്വഭാവികളായി മാറും. ഒരു രാഷ്ട്രത്തിന്റെ നേതാവ്, രാഷ്ട്രത്തിന്റെ തലപ്പത്തിരിക്കുന്നവൻ സൽസ്വഭാവിയായാൽ ആ രാഷ്ട്രത്തിനെ ഭരിക്കുന്ന മുഴുവനും ഇവിടുന്ന് സൽസ്വഭാവികളായി മാറും. അങ്ങനെ സൽസ്വഭാവികളായാലോ ആ നാടുകളിൽ പിന്നെ വഴക്കില്ല, ആ നാടുകളിൽ പിന്നെ കുഴപ്പമില്ല, ആ നാടുകളിൽ പിന്നെ പട്ടിണിയില്ല, ആ നാടുകളിൽ പിന്നെ വരട്ട വെറുക്കുന്ന കാര്യങ്ങളും ഇല്ല കേട്ടോ. അതുകൊണ്ട് സൽസ്വഭാവികളാവണം, സൽസ്വഭാവത്തോടുകൂടെ ജീവിക്കണം. നമ്മുടെ ജീവിതം തന്നെ അതല്ലേ ബഹുമാനമുള്ള സഹോദരന്മാരെ. നിസ്കരിച്ച് നിസ്കാരത്തിന്റെ ഫലം കിട്ടണമെങ്കിൽ, നോമ്പ് നോക്കി അതിന്റെ ഫലം കിട്ടണമെങ്കിൽ, ഉദാഹരണം പറയാ, ഒരാൾ നല്ല നോമ്പ് നോക്കിയിട്ട് ഇങ്ങനെ പോവുകയാണ്, കണ്ടാലോടും കേട്ടാലോടും എല്ലാം ചൊടിക്കുന്ന പണിയാണ്. നോമ്പ് എനിക്ക് എന്താണ് ഫലം? ഒരു ഫലവും ഇല്ല. അതേപോലെ തന്നെ നിസ്കരിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ മറ്റുള്ളവരെല്ലാം ദേഷ്യപ്പെടുന്നു. ആ നിസ്കാരത്തിന്റെ ഫലം അവനക്ക് കിട്ടിയിട്ടില്ല, അവനക്ക് ഒരിക്കലും നിസ്കാരത്തിന്റെ ഫലം കിട്ടിയിട്ടേ ഇല്ല. അതേപോലെ തന്നെ ധാരാളം ഹജ്ജ് ചെയ്യുന്നു, ധാരാളം ഉംറ ചെയ്യുന്നു, കണ്ടവനുക്കും കേട്ടവനുക്കും പണങ്ങളെല്ലാം വാരി കൊടുക്കുന്നു. ആ കൊടുത്തതിന്റെ ശേഷം അവൻ കാണുന്നവരോടും കേൾക്കുന്നവരോടും എല്ലാ ദേഷ്യത്തിലും അതേപോലെ തന്നെ ചൊടിയിലുമാണ് പെരുമാറുന്നതെങ്കിൽ അവന്റെ ഹജ്ജ് കൊണ്ടുള്ള ഫലവും അവന്റെ ഉംറ കൊണ്ടുള്ള ഫലവും അവനക്ക് കിട്ടിയിട്ടില്ല, അവന്റെ ദാനധർമ്മം കൊണ്ടുള്ള ഫലം അവനക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ അരികിലേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നല്ല ഒരു സംഭാവന നിങ്ങളുടെ ഭാഗത്തിൽ നിന്നും ഈ സംരംഭത്തിലേക്ക്. ഈ സംരംഭം എന്ന് പറഞ്ഞാൽ കുത്തുബിയ്യത്തിൻ്റെതാണ്. നമ്മുടെ ഈ നാട് രണ്ട് വ്യക്തികളുടെ സംരക്ഷണത്തിലാണ് കഴിയുന്നത്. രണ്ട് വ്യക്തികൾ, ഒന്ന് ബഗ്ദാദിൽ കിടക്കുന്നതായ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉള്ളാളത്ത് കിടക്കുന്ന സയ്യിദ് മദനിയുടെയും സംരക്ഷണത്തിലാണ് നമ്മുടെ ഈ നാടുള്ളത്. ആ രണ്ട് വ്യക്തികൾ സംരക്ഷണത്തിലായാൽ നമ്മുടെ ഈ നാടും നമ്മുടെ വീടും നാം തന്നെയും പുന്നാര ഹബീബിന്റെ ഹദ്റത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. നിങ്ങൾ ചിന്തിക്കണം, നാം ചെയ്യുന്ന എല്ലാം പുന്നാര ഹബീബിന് കാണിച്ചു കൊടുക്കുന്നു, പുന്നാര ഹബീബിന് കാണിച്ചു കൊടുക്കുന്നു, എല്ലാം കാണിച്ചു കൊടുക്കുന്നു. വസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. ഇവിടെ എടുക്കുന്ന കുത്തുബിയത്തും ചെയ്യുന്ന ദാനധർമ്മങ്ങളും വിതരണം ചെയ്യുന്ന അന്നപാനീയങ്ങളും ഒക്കെയും അത് മൂന്ന് വ്യക്തികൾ കാണാതിരിക്കുന്ന, ഒന്ന് അല്ലാഹു, ഒന്ന് റസൂലി, ഒന്ന് മുഅ്മിനീങ്ങൾ. ആരായി മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ? മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടതായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടതായ ആ ഒന്നിക്കല പള്ളി കെട്ടിയാള്, പള്ളിയിൽ സഹായിക്കുമ്പോൾ പള്ളി കെട്ടിയാള്, മദ്രസയിൽ സഹായിക്കുമ്പോൾ മദ്രസ കെട്ടിയാള്, നാട്ടിന്റെ നേതാക്കള്, നാട്ടിന് ഹയാത്ത് പകർന്നു കൊടുത്തയാള്, ഇവർക്കെല്ലാം ആ ഖബറിൽ വെച്ച് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല കാണിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അപ്പൊ നമുക്ക് ഒരു ഹദീസിലൂടെ അത് വിശദീകരിക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാനിതാ ഹുജറത്തു ശരീഫിൽ കടന്നുകൊണ്ട് നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും എനിക്ക് കാണിക്കുന്നു. നല്ല പ്രവർത്തനങ്ങളും കാണിക്കുന്നു, ചീത്ത പ്രവർത്തനങ്ങളും കാണിക്കുന്നു. നല്ല വാക്കുകളും കേൾപ്പിക്കുന്നു, ചീത്ത വാക്കുകളും കേൾപ്പിക്കുന്നു. ഞാനെങ്ങനെ എൻ്റെ ഉമ്മത്തിന്റെ നല്ല വാക്ക്, നല്ല പ്രവർത്തനം കാണുമ്പോൾ ഞാൻ അല്ലാഹുവിനിക്ക് സ്തുതിക്കുന്നു എന്നും, ചീത്ത പ്രവർത്തനം കാണുമ്പോൾ, ചീത്ത വാക്ക് കേൾക്കുമ്പോൾ
അവർക്ക് വേണ്ടി ഞാൻ മാപ്പിറക്കുന്നു ഷഫീഉനാ റസൂലുള്ളാഹി. നമ്മളെല്ലാം ഖബറിലുള്ള ആൾക്ക് കാണുന്നുണ്ട്, പുന്നാര ഹബീബിന് കാണുന്നുണ്ട്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, ഈ ഒരു വാക്ക് മതി മനുഷ്യൻ ധർമ്മം ചെയ്യാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ അരികിലേക്ക് ഒരു ബക്കറ്റ് വരുന്നു. നിങ്ങൾ എന്താണ് കരുതുന്നത്, ആ കരുതുന്ന കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ആ സഹോദരിമാർ നല്ല ഒരു സംഭാവന വരുന്ന ആ ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാ മുറാദുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി തരുമാറാവട്ടെ എന്നീ സമയത്ത് സാന്ദർഭികമായി ദ്വാരക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ പറയുന്ന സൽസ്വഭാവമാണ്. സൽസ്വഭാവം ചെയ്ത സൽസ്വഭാവം എന്ന ഒരു പ്രവർത്തനമില്ല, സൽസ്വഭാവം എന്ന സിഫത്തില്ലാതെ നാം ചെയ്യുന്നതായ ഈ നിസ്കാരത്തിനിക്ക് പൂർണ്ണമായ സവാബുകളോ, നോമ്പിനിക്ക് പൂർണ്ണമായ സവാബുകളോ, ഹജ്ജ് ഉംറയ്ക്ക് പൂർണ്ണമായ സവാബുകളോ അത് കിട്ടാൻ പോകുന്നില്ല കേട്ടോ. കാരണം എന്തുകൊണ്ട്? നാം ആരോടെങ്കിലും ദേഷ്യപ്പെടുന്ന സമയത്ത്, ആരോടെങ്കിലും ചൊടിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ അവന്റെ കൈകൊണ്ട് മറ്റുള്ളവർക്ക് ശല്യമുണ്ടാകാനോ, അവന്റെ നാവ് കൊണ്ട് മറ്റുള്ളവർക്ക് ശല്യമുണ്ടാകാനോ പാടില്ല കേട്ടോ. ഇതാണ് സൽസ്വഭാവം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, നിങ്ങളുടെ പല്ലറ ചെയ്താകുന്നതായ പല്ലിന്റെ ഉള്ളിലുള്ള നാവ്, അതേപോലെ തന്നെ രണ്ട് തൊടന്റെ ഇടയിലുള്ളതായ ഗുഹ്യസ്ഥാനം, ഈ രണ്ട് സാധനത്തിനെ സൂക്ഷിക്കാൻ എന്ന് എനിക്ക് നിങ്ങൾ ഉറപ്പ് തരികയാണെങ്കിൽ അദ്മനു ലഹു ബിൽ ജന്ന, അവനിക്ക് സ്വർഗം തരാമെന്ന് ഞാൻ ജാമ്യം നിൽക്കും കേട്ടോ. സൽസ്വഭാവത്തിന്റെ പിന്നിലുള്ള രഹസ്യം മനസ്സിലാകുന്നത് നാവിലൂടെയാണ്. ദുസ്വഭാവത്തിന്റെ പിന്നിലുള്ള രഹസ്യം വരുന്നതും നാവിലൂടെയാണ്. ഈ നാവിനെ നീ സൂക്ഷിക്കുമെന്ന ഉറപ്പ് എനിക്ക് തരികയാണെങ്കിൽ, എനിക്ക് നീ ജാമ്യം തരികയാണെങ്കിൽ, നിന്റെ നാവിനക്ക് പകരമായിട്ട് സ്വർഗം ഞാൻ തരുമെന്ന് ഞാൻ നിനക്ക് ഉറപ്പ് തരാം കേട്ടോ. അത്രക്കും വലിയതാണ് നമ്മുടെ നാവ് എന്ന് പറഞ്ഞാൽ. നാവ് കൊണ്ടുള്ള മുറിവ് കൂടുന്നതല്ല, കൈ കൊണ്ടുള്ള മുറിവോ അടിയോ അത് കൂടും മറക്കും. പക്ഷേ നാവ് കൊണ്ട് പറഞ്ഞാൽ ആ പറച്ചൽ ഒരു ഹൃദയത്തിൽ നിന്ന് മറക്കുകയില്ല കേട്ടോ. അതുകൊണ്ട് മറ്റുള്ളവനെ നാം ശപിക്കുകയാണെങ്കിൽ, മറ്റുള്ളവനോട് നാം ചീത്ത പറയുകയാണെങ്കിൽ, മറ്റുള്ളവനെ ഞാൻ ശപിക്കുകയും ആക്ഷേപിക്കുകയാണെങ്കിൽ, മറ്റുള്ളവനെ നാം എന്തെങ്കിലും കുരുത്തക്കേട് പറയുകയാണെങ്കിൽ അത് നമ്മുടെ സൽസ്വഭാവത്തിനാണ് ബാധിക്കുന്നത് കേട്ടോ. അത് നമ്മുടെ സൽസ്വഭാവത്തിനാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് അത്തരം നിഷിദ്ധമായ ശാപങ്ങളോ ചീത്ത വാക്കുകളോ അസഭ്യങ്ങളോ ഒഴിവാക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഉദ്ദേശം പരിപൂർണമായ മുഅ്മിനാകലാണ്. നമ്മുടെ ഉദ്ദേശം പരിപൂർണമായ യഥാർത്ഥ വിശ്വാസിയാകലാണ് നമ്മുടെ ഉദ്ദേശം. ആ യഥാർത്ഥ വിശ്വാസിയാകുന്നതിന് ഭംഗം വരുത്തുന്ന സൽസ്വഭാവം ഇല്ലാത്തവൻ, ആ യഥാർത്ഥ വിശ്വാസിയാകുന്നതിന് എതിര് നിൽക്കുന്നു സൽസ്വഭാവമില്ലാത്ത നാവുള്ള മനുഷ്യൻ. അതുകൊണ്ട് ബഹുമാനികളെ, നാം നല്ലത് മാത്രമേ പറയാവൂ, നല്ലത് മാത്രമേ ചെയ്യാവൂ. ഇതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും വാക്ക് പറയുന്ന സമയത്ത് എന്താണ് അവിടെ നല്ലതാണോ ചീത്തയാണോ എന്ന് നാം ചിന്തിക്കണം.
നല്ലതുണ്ടെങ്കിൽ എന്ന് നമുക്ക് ഉറപ്പുണ്ടായാൽ ആ വാക്ക് പറയണം. ചീത്തയാണ് എങ്കിൽ അതിന് നാം വർദ്ധിക്കണം. ഇനി നല്ലതും ചീത്തയും രണ്ടും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ആ വാക്കിനെ തൽക്കാലം നാം അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇതാണ് ശറഇന്റെ വിധി, ഇതാണ് ശറഇന്റെ നിയമം. ഈ ശറഇന്റെ വിധിയും നിയമവും അത് മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് അമ്പിയാക്കന്മാരുടെ ചരിത്രം എടുക്കുമ്പോ, ഔലിയാക്കന്മാരുടെ ചരിത്രം എടുക്കുമ്പോ, അല്ലെങ്കിൽ സലഫു സാലിഹീങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോ അവർ തീരെ സംസാരിക്കാത്തവരായിരുന്നു കേട്ടോ. അമ്പിയാക്കന്മാർക്ക് അല്ലാഹു പറഞ്ഞു കൊടുത്തത് മാത്രമേ അവർ സംസാരിക്കൂ. അതേപോലെ തന്നെ ഔലിയാക്കന്മാർ അല്ലാഹുവിന്റെ റസൂലിന്റെ പാഠം ഉൾക്കൊണ്ടത് മാത്രമേ അവർ സംസാരിക്കൂ. കാരണം എന്തുകൊണ്ടെന്നറിയോ? സൽസ്വഭാവത്തിന് വിരുദ്ധമായ വാക്കുകളെ, സൽസ്വഭാവത്തിന് വിരുദ്ധമായ പ്രവർത്തികളെ വന്നു പോയാൽ അവർക്കത് സഹിക്കാൻ പറ്റില്ല കേട്ടോ, അവർക്കത് താങ്ങാൻ പറ്റില്ല കേട്ടോ. ഇനി ഏതെങ്കിലും ഒരവസരം അവർ ഏതെങ്കിലും ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് സൽസ്വഭാവത്തിന് വിരുദ്ധമായെന്ന് കണ്ടാൽ അവർ ദൈനംദിനത്തോളം, ആഴ്ചകളോളം, മാസങ്ങളോളം അല്ലാഹുവിനോട് മാപ്പിരന്നുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു. അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു മുൻഗാമികളെ. നമുക്കാണെങ്കിലോ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്നും ചെലവഴിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് മുൻഗാമികൾ അവർക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെയും പരിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി മാത്രം, ഹദീസുകൾ പാരായണം ചെയ്യാൻ വേണ്ടി മാത്രം, മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ അവർക്ക് മുതാല ചെയ്യാൻ വേണ്ടി മാത്രം അവരിങ്ങനെ കച്ചകെട്ടിക്കൊണ്ട് ഒരുങ്ങി ജീവിക്കുന്നവരായിരുന്നു. കാരണം പരിശുദ്ധ ഖുർആൻ ഓതിയാൽ അവിടെ വഴക്കുകളോ മറ്റോ വരാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ഇവിടുന്ന് പഠിച്ചാൽ, പാരായണം ചെയ്താൽ അതിൽ ഒരു സൽസ്വഭാവത്തിന് വിരുദ്ധമായൊന്നും വരാനില്ല. അതേപോലെ തന്നെ കിതാബുകൾ മുതാല ചെയ്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അവർ വായിച്ചാൽ, മസലപരമായ ഗ്രന്ഥം വായിച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് വീട്ടു നടപ്പ് എന്നത് വായിച്ചാൽ അവർക്ക് സൽസ്വഭാവത്തിന് വിരുദ്ധമായ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ വരാനില്ല. ആ വരാനില്ലാത്തത് കൊണ്ടാണ് അവർക്കുള്ള ജീവിതം സംശുദ്ധമായത്. അവർക്കുള്ള ജീവിതം ഇവിടുന്ന് പാരത്രിക ജീവിതത്തെ, സ്വർഗത്തിനെ മാത്രം വിലക്കെടുക്കാനുള്ള ജീവിതമായി മാറുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, നാം വായിക്കുന്ന ഗ്രന്ഥങ്ങള്, പുസ്തകങ്ങള് ഏത് പുസ്തകമാണെന്ന് നാം ചിന്തിക്കണം. ആര് ഇറക്കിയതാണെന്ന് ചിന്തിക്കണം, ആര് എഴുതിയതാണെന്ന് ചിന്തിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് പ്രചോദനം നൽകുന്ന പുസ്തകമല്ലാതെ, സ്വർഗത്തിന്റെയും ഇസ്ലാമിന്റെയും കഥ പറയുന്ന പുസ്തകമല്ലാതെ വായിച്ചു പോയാൽ അവിടെ സൽസ്വഭാവത്തിന് വിരുദ്ധമായുള്ള കുറ്റം നമുക്ക് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, യുവതികളെ, യുവാക്കളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിന് വിരുദ്ധമായി രാത്രി മുഴുവനും ഇവിടെ നിന്ന് ചെലവഴിച്ചുകൊണ്ട് ഹറാമായ ഭാഗത്തിലൂടെ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്ന യുവതി യുവാവേ, ഒന്ന് ചിന്തിക്കണം, നീ ഒന്ന് ആലോചിക്കണം. ഇങ്ങനെയുള്ള ഹറാമായ ഭാഗത്തിലൂടെ വാട്സപ്പിലൂടെ ഇവിടുന്ന് ചാറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഉറക്ക് വരാറില്ല, സമയം കണക്ക് കൂട്ടാറില്ല. കാരണം ഇബ്ലീസാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അങ്ങനെ ഇബ്ലീസ് നമ്മുടെ മുമ്പിലേക്ക് വന്ന് നമ്മോട് പറയുന്ന ചാറ്റ് ചെയ്യടാ, നമ്മോട് പറയുന്ന ചാറ്റ് ചെയ്യടി. അന്നങ്ങനെ ഇബ്ലീസിന്റെ ആശീർവാദമുണ്ടായാൽ ഏത് ഹറാമായ ചാറ്റിങ് നമുക്ക് എളുപ്പമായി മാറുന്നു. ഏത് അശ്ലീല ചാറ്റുകളും നമുക്ക് ഇവിടുന്ന് അശ്ലീലമല്ലാതായി മാറുന്നു.
എത്ര വലിയ പണം കൊടുത്തിട്ടും എത്ര വലിയ മുതൽ ചെലവാക്കിയിട്ടും നാം ഇവിടുന്ന് ഹറമായ അശ്ലീലങ്ങൾ ഇവിടുന്ന് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ലോകത്തിന്റെ കാലഘട്ടം നീ ഓർക്കണേ, കാലഘട്ടത്തിന്റെ ഗതിയുടെ ചലിപ്പ് നീ ഒന്ന് ഓർക്കണേ. രാത്രി കടന്നുറങ്ങുന്ന മനുഷ്യർ മുഴുവനും രാവിലെ ഇവിടുന്ന് ഹലാക്കാകുന്ന സംഗതികളും, അതേപോലെ തന്നെ രാത്രി കടന്നുറങ്ങുന്ന മനുഷ്യൻ രാവിലെ എണീക്കുന്ന സമയത്ത് മയ്യത്താകുന്ന ചരിത്രങ്ങളല്ലേ നാം വായിക്കുന്നത്. മരണം അധികരിച്ചു, ആഫത്തുകൾ എണ്ണി എണ്ണി വന്നു. അതേപോലെ തന്നെ മനുഷ്യർ ഇവിടുന്ന് കോലം കെടുന്ന കാര്യങ്ങൾ പെരുത്തു വന്നു. ഇതെന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ വാക്കുകൾ കൊണ്ടാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ വന്നത്. എങ്ങനെയെന്നറിയോ? ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, ആ മൊബൈൽ എന്ന് പറയുന്ന സാധനം വെറും ഹലാലിലായിട്ട് മാത്രം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കും, വെറും ഹറാമിലായിട്ട് ചെലവഴിക്കാൻ നമുക്ക് സാധിക്കും. ചിന്തിക്കണേ, അതേപോലെ തന്നെ ആലോചിക്കണേ യുവതികളെ, യുവാക്കളെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എൻ്റെ സഹാബ, ഒരു കൂട്ടം ജനങ്ങൾ കടന്നുറങ്ങുന്നു. അവർ പാതിരാത്രിയുടെ മക്കളാണ്. അവർ പാതിരാത്രിയുടെ മുറക്കൊഴിഞ്ഞുകൊണ്ട് ഹറാമായത് കാണുന്നു, ഹറാമായത് കേൾക്കുന്നു. രാവിലെ വരുന്ന സമയത്ത് ഒരു നാട് മുഴുവനും വെള്ളത്തിന്റെ അടിയിലായെന്ന് കേൾക്കുന്നതല്ലാതെ, അല്ലെങ്കിൽ കോലം മറിക്കപ്പെട്ട് എന്ന് കേൾക്കുന്നതല്ലാതെ, അന്തിയുറങ്ങുന്ന മനുഷ്യൻ നേരെ രാവിലെ എണീക്കുന്നു എന്ന് കേൾക്കാൻ സാധ്യമേ അല്ല. ഇതെന്തുകൊണ്ട് വന്നു? എന്റെയും നിന്റെയും ഹറാമായ പ്രവർത്തനങ്ങൾ കൊണ്ട്, എന്റെയും നിങ്ങളുടെയും ഹറാമായ ദുശ്ശീല ചെയ്തികളെ കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവതികളെ, യുവാക്കളെ, നമ്മുടെ ഇവിടുന്ന് സ്വന്തം അധ്വാനിച്ച മുതല്, അല്ലെങ്കിൽ ഉപാധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിൽ നിന്ന് കിട്ടിയ മുതല്, അല്ലെങ്കിൽ ഇവിടുന്ന് കുടുംബം ഉണ്ടാക്കി വെച്ച തോട്ടത്തിന്റെ വരുമാനത്തിൽ നിന്ന് ഉണ്ടാക്കിയ മുതല്, ആ മുതല് കൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് മൊബൈലിലേക്ക് കിട്ടി. ഈ മൊബൈൽ കൊണ്ട് അനാവശ്യ കാര്യങ്ങൾ ചെയ്തു, ഈ മൊബൈൽ കൊണ്ട് ഹറാമായ ചാറ്റ് ചെയ്തു. എന്നാൽ നമ്മെ റബ്ബ് സുബ്ഹാനഹു വ തആല വിടുകയില്ല. നമ്മ വിടുകയില്ലെന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ ഇവിടുന്ന് ഹറാമായ ഫോണിലൂടെ ചെയ്തികളും ചേലുകളും കൂത്താട്ടങ്ങളും ഉണ്ടാക്കി വെച്ചാൽ അതിലേക്ക് അംഗങ്ങൾ കൂടുന്നു, അതിലേക്ക് മെമ്പർമാർ കൂടുന്നു, അതിലേക്ക് സുഹൃത്തുക്കൾ കൂടുന്നു, അതിലേക്ക് ചങ്ങാതിമാർ കൂടുന്നു. അങ്ങനെ ഹറാമായ ഭാഗത്തിലൂടെ ചങ്ങാതിമാർ അടുക്കുന്നു, ഹറാമായ ഭാഗത്തിലൂടെ ഫ്രണ്ട്സുമാർ അടുക്കുന്നു. ഈ അടുക്കുന്നതിൽ എന്താണ് വന്നതെന്നറിയോ? ഒരു മനുഷ്യന്റെ, ഒരു യുവതിയുടെ ജീവിതം മുഴുവനും നശിപ്പിക്കാൻ, ഒരു യുവാവിന്റെ ജീവിതം മുഴുവൻ നശിപ്പിക്കാൻ ചില്ലറ സമയമേ മതിയാവുകയുള്ളൂ, ചില്ലറ പണം മാത്രമേ മതിയാവുകയുള്ളൂ. ആ മതിയായി ആറ്റുനോറ്റ് നൊന്ത് പ്രസവിച്ച ഉമ്മ, ആറ്റുനോറ്റ് നൊന്ത് പോറ്റിയ ഉപ്പ, ഈ ഉപ്പയുടെ വിഷമം, ഉമ്മയുടെ വിഷമം തൽക്കാലം കൊണ്ട് അവസാനിക്കുന്നതല്ലല്ലോ. നിങ്ങളൊന്ന് ചിന്തിക്ക്, നിങ്ങളൊന്ന് മനസ്സിലാക്കി. എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? തൽക്കാലമായുള്ള സ്നേഹമല്ലല്ലോ നമ്മുടെ ഉപ്പയുടേത്, താൽക്കാലികമായ സ്നേഹമല്ലല്ലോ നമ്മുടെ ഉമ്മയുടേത്. ആ ഉമ്മയുടെ സ്നേഹം നിങ്ങൾക്കറിയണോ? ഉപ്പയുടെ നിങ്ങൾക്ക് സ്നേഹം നിങ്ങൾക്കറിയണോ? ഞാനൊരു ചരിത്രത്തിലൂടെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. പണ്ടൊരു ഉമ്മയുണ്ടായി. ഈ ഉമ്മാക്കൊരു മോനും. ഈ മോന് ഒരു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോ ആ മോന് സ്വന്തം വീട്ടിലേക്ക് വരുന്നില്ല. പല തവണ മകൻ വിളിച്ചു എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന്. ആ സമയത്താണ് ഈ മോനോട് മരുമകൾ പറയുന്നത്, ഉമ്മാനെ കൊന്നിട്ട് ഉമ്മാന്റെ കരള് കൊണ്ടുതരണം, എന്നെങ്കിൽ മാത്രം ഞാൻ പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന്. അങ്ങനെ ഈ ഭാര്യയുടെ തൃപ്തി കരസ്ഥമാക്കാനും സമ്പാദിക്കാനും വേണ്ടി ഉമ്മയെ കൊന്നു. ഉമ്മയുടെ കരളെടുത്ത്, ഉമ്മയുടെ കരള് കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ഭാര്യനെ കൂട്ടാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു പാറ അടക്കിപ്പോയി. ആ പാറ അടക്കുന്ന സമയത്ത് കരള് വിളിച്ചു പറയുന്നു, അല്ലാ എൻ്റെ മോനെ കാക്കണേ,
ആരാ? ഉമ്മയല്ല, ഉമ്മയുടെ ശരീരത്തിൽ നിന്നും എടുത്തു കൊണ്ടുപോകുന്ന കരളാണ് വിളിച്ചു പറയുന്നത്, അല്ലാ എന്റെ മോനെ കാക്കണേ. ആ സമയത്താണ് അവൻ വേദനിക്കുന്നത്, ആ സമയത്താണ് അവൻ ബേജാറാകുന്നത്, ആ സമയത്താണ് ഉമ്മയുടെ മഹത്വം അവനിക്ക്. ഇതാണ് ഉമ്മാന്റെ സ്നേഹം. ഇങ്ങനെയുള്ള ഉമ്മയുടെ സ്നേഹം വേണം, ഉപ്പയുടെ സ്നേഹം വേണം. വരും ആൺകുട്ടികൾക്ക് ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹം പൊരുത്തം കിട്ടിയില്ല എങ്കിൽ അവനിക്ക് സ്വർഗത്തിന്റെ പെരുമണം തന്നെ കിട്ടുകയില്ല. ആൺമക്കൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തം വേണം. പെൺമക്കൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഭർത്താവിന്റെ പൊരുത്തം വേണം. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ പൊരുത്തമില്ലാത്ത പെൺകുട്ടികൾക്കും അതേപോലെ തന്നെ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത ആണുങ്ങൾക്കും സ്വർഗത്തിന്റെ പെരുമണം പോലും കിട്ടുകയില്ലെന്ന് മാത്രമല്ല, ഈ ദുനിയാവിൽ നിന്ന് തന്നെ ആ മാതാപിതാക്കളോട് ചെയ്ത ക്രൂരതയുടെയും ആ മാതാപിതാക്കളോട് ചെയ്ത പൊരുത്തക്കേടിന്റെയും ശിക്ഷ ഈ ലോകത്തിൽ നിന്ന് അനുഭവിക്കാതെ അവൻ മരിക്കുകയില്ല കേട്ടോ. അതുകൊണ്ട് നിർത്തിവെക്കണം. ഈ ഫോണുണ്ടല്ലോ ഹലാലിലേക്ക് മാത്രമേ ചെലവഴിക്കാവൂ. ഈ ഫോണുണ്ടല്ലോ നല്ലതിലേക്ക് മാത്രമേ ചെലവഴിക്കാവൂ. ഈ ഫോണുണ്ടല്ലോ, ആ ഫോണ് കൊണ്ട് നാം ഇവിടുന്ന് രാത്രിയുടെ ഉറക്കമൊടുക്കുന്നത് ഫോണിന്റെ കാരണം കൊണ്ടായിക്കൂടാ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, ഈ ഫോണിനെ ചിന്തിച്ചുകൊണ്ടായിരിക്കണം നാം ചെലവഴിക്കേണ്ടത്, ഈ ഫോണിനെ ചെലവഴിച്ചുകൊണ്ടായിരിക്കണം നാം ചിന്തിപ്പിക്കേണ്ടതും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം നാം ഉപസംഹരിക്കുന്നു. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, സൽസ്വഭാവം ഇവിടെ നിലനിർത്താൻ, സൽസ്വഭാവം ഇവിടെ ബാക്കിയാക്കാൻ നാം ആണ് ഒരുങ്ങേണ്ടത്, നാം ആണ് ചെയ്തു കൂട്ടിയത്. നമ്മുടെ പിതാക്കൾ അന്ന് ഇങ്ങനെയുള്ളവർ സംഘടന, ഇങ്ങനെയുള്ളവർ കമ്മിറ്റിയും, ഇങ്ങനെയുള്ളവർ കുതുബിയത്തും, ഇങ്ങനെയുള്ളവർ സയ്യിദ് മദനിയുടെ പേരുള്ള യാസീനും വരുന്നത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവതികളെ, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുടുംബമേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദ്റത്തിലേക്ക് എത്തുന്നു കേട്ടോ. അല്ലാഹുവിൻ്റെ റസൂൽ നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ. ആ നോക്കിയത് കൊണ്ടാണ് ഈ കുത്തുബിയത്ത് നീണ്ട 40 കൊല്ലത്തിന്റെ ഇപ്പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് ഇനിയും ഈ കുത്തുബിയത്തിനെ ഓരോ കൊല്ലത്തിലേക്കും നീക്കി കൊണ്ടുപോകേണ്ട ബാധ്യതയും കടമയും ചുമതലയും ഇവിടെയുള്ള യുവാക്കളുടെ പെരടിയിലാണ്, ഇവിടെയുള്ള യുവതികളുടെ പെരടിയിലാണ്, ഇവിടെയുള്ള നല്ല നാട്ടുകാരുടെ പെരടിയിലാണ്. എങ്ങനെയാണെന്ന് അറിയോ അവരുടെ ചുമതല നിൽക്കുന്നത്? ഇക്കൊല്ലത്തെ കുത്തുബിയത്തിൽ അടുത്ത കൊല്ലത്തെ കുത്തുബിയത്തിനെ സജീവമാക്കണം, വരാൻ പോകുന്ന കുത്തുബിയത്തിൽ മറ്റേ കുത്തുബിയത്തിനെ സജീവമാക്കണം. ആ സജീവമാക്കുമ്പോൾ നമ്മുടെ ഈ കുത്തുബിയത്തിലൂടെ നമ്മുടെ മക്കൾ പഠിപ്പിക്കുന്നു, ആ മക്കളിലൂടെ അവരുടെ മക്കൾ പഠിക്കുന്നു. അങ്ങനെ നാട്ടിലുള്ളവർ പഠിക്കുന്നു, കുടുംബക്കാർ പഠിക്കുന്നു. അങ്ങനെ ഇസ്ലാമിക കുത്തുബിയത്ത് ഒരു നാട്ടിലുണ്ടായാൽ അവിടെ പുത്തൻവാദികളോ നവീനവാദികളോ വന്നുകൊണ്ട് നമ്മുടെ ഇസ്ലാമിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ താറുമാറാക്കുന്നതായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുകയോ ആ വാക്കുകൾ ഉണ്ടാക്കുകയോ അവർക്ക് ചെയ്യാൻ സാധ്യമല്ല. കാരണം ചുക്കാൻ പിടിക്കുന്നത് മുഹീദ്ദീൻ ശൈഖാണ്, കാരണം നമ്മുടെ കൈ പിടിക്കുന്നത് മദനി തങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അടുത്ത കൊല്ലം കുത്തുബിയത്തിലേക്ക് നമുക്ക് ഇനി ഒരുങ്ങാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കൊരു കണക്ഷൻ ആക്കണം. അടുത്ത കൊല്ലം കുത്തുബിയ നല്ലവര് കണക്ഷനും നല്ലവര് നിങ്ങൾ നല്ല നിലക്ക് കരുതിക്കൊണ്ട്, കഴിഞ്ഞ കൊല്ലത്തിൽ ആ ഇറച്ചി ഒരുപാട് നിലക്ക് ഞാൻ വന്നിട്ടുണ്ട്, ഒരുപാട് ഇറച്ചികളായിട്ടുണ്ട്. ആ ഇറച്ചികളെ പോലെ തന്നെ ഇക്കൊല്ലം നല്ലവര് കണക്ഷനാക്കി നമുക്ക് അടുത്ത കൊല്ലത്തെ കുത്തുബിയത്തിനെ സജീവമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്